ഹായ് TM ഫാമിലി, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസായിട്ടുള്ള ട്വിസ്റ്റ് കൊണ്ട് ഷോക്ക് അടിപ്പിച്ച പോലെ കിളി പറത്തിയ ഒരു അടിപൊളി സീരീസ് ആണ്. ഈ സീരീസിന്റെ പേര് സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസലിൻ. കഥ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും വേറെ ലെവല് സൈക്കോളജിക്കൽ ക്രൈം മിസ്റ്ററി സ്റ്റോറിയാണിതെന്ന്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം സ്റ്റോറിയാക്കി വോയിസ് ഓവറായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഓൾമോസ്റ്റ് ഒരു 10 മണിക്കൂറിന്റെ മേലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതിന്റെ പുറമെ എഡിറ്റിങ്ങിനും നല്ല രീതിയിൽ തന്നെ അത്രത്തോളം ടൈം സ്ട്രെയിൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ എഫേർട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആ ഒരു ഹൈപ്പ് പോയിന്റും കൊടുക്കുക. കഥ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും നമ്മുടെ വീഡിയോയും ചാനലും ഒന്ന് പരിചയപ്പെടുത്തുക. ഇതിലും അടിപൊളി കഥകൾ വേഗം തന്നെ കാണണമെന്ന് താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് റോസ് വാലി എന്ന ഒരു ഫാം എസ്റ്റേറ്റിലെ വീടിന്റെ മുമ്പില് അർദ്ധരാത്രിയായപ്പോ ഹൂഡിയിട്ട ഒരുത്തൻ വന്ന് എല്ലാരും ഉറങ്ങിയെന്ന് അവൻ ഉറപ്പുവരുത്തിയ ശേഷം ആ വീട്ടിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാല് മുകളിലെ നിലയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള റോസലിനിലെ അവൾക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. അപ്പോ ഞെട്ടി എഴുന്നേറ്റപ്പോ പതിയെ വെള്ളം കുടിക്കാന്ന് കരുതി അവൾ ഇറങ്ങിയപ്പോഴാണ് റൂമിന്റെ ജനലിലൂടെ നേരത്തെ കണ്ട ആ അജ്ഞാതന്റെ നിഴല് അവള് കാണുന്നത്. പെട്ടെന്ന് പേടിച്ചുപോയ അവള് ഒന്ന് കൈവച്ച് നോക്കുമ്പോ അവളുടെ നിഴല് തന്നെയാന്ന് അവൾക്ക് തോന്നുകയാണ്. അപ്പോ ടെൻഷനൊക്കെ മാറ്റി താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവള് പോയി കഴിഞ്ഞിട്ടും ആ നിഴൽ അവിടുന്ന് പോയിട്ടില്ല. പെട്ടെന്ന് പിന്നാലെ വന്ന ആ ഒരു അജ്ഞാതനിലെ ഒരു കത്തി വെച്ച് അവൾ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അയാളെ തട്ടി തെറിപ്പിച്ച് അവള് കൊതറി ഓടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നേരെ തന്റെ പപ്പയുടെയും അമ്മയുടെ അരികെ പോയിട്ട് അച്ഛാ, ആരോ ഒരാള് എന്റെ റൂമിലുണ്ട്, എന്നെ കൊല്ലാൻ നോക്കി. അപ്പോ അവളുടെ അമ്മ ശോഭ അച്ഛനായ ജോണിനോട് അതാരാന്ന് പോയി നോക്ക്. എന്നാല് മുകളിലേക്ക് പോയി നോക്കിയ അവളുടെ അച്ഛൻ ജോണിന്റെ അലറൽ ശബ്ദമാണ് കേൾക്കുന്നത്. ആ ഒരു കൊലയാളി അയാൾ എന്തോ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോ പേടിച്ചു വരച്ച അമ്മ ശോഭ മകളെ റൂമിലിരുത്തിയിട്ട് അച്ഛനെ രക്ഷിക്കാൻ മുകളിലേക്ക് പോകുമ്പോ അമ്മയുടെയും അലർച്ച കേൾക്കാണ്. അവൾക്ക് പേടി സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ വിറച്ച് പുറത്തെത്തിയപ്പോ മുകളിലെ അവളുടെ നിലയിൽ നിന്ന് സ്റ്റെയറിലൂടെ രക്തമൊലിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയാതെ തരിച്ചു നിൽക്കുമ്പോ ആ ഒരു അജ്ഞാത കൊലയാളിയില്ലേ അവളുടെ പിന്നിലും ഒരു മാസ്ക് ഇട്ട് വന്ന് നിൽക്കുകയാണ്. അവള് തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ നേരേക്കും അവൻ ആയുധം വീശുന്നുണ്ട്. പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചത്? ആ കുടുംബത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടോ അതോ രക്ഷപ്പെട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ നായികയായ റോസലിനും അവളുടെ ഫാമിലിയും റോസലിന്റെ അമ്മയായ ശോഭയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. അവരുടെ വീട്ടിലൊരു ഫംഗ്ഷന് പോവാണ്. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നത്. റോസലിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റ് പൂച്ചയുണ്ട്, അതുപോലെ തന്നെ അവൾക്കൊരു ചെറിയ അനിയനും ഉണ്ട്. അങ്ങനെ അവര് ആ ചേച്ചിയുടെ വീട്ടിലെ ഫംഗ്ഷൻ എത്തിയപ്പോ ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ശോഭെ, ഫാമിലിയൊക്കെ മാറിയപ്പോ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? ഫാമിലെ കാര്യവും ചെറിയ മോനെയും വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പാടാ. അപ്പോഴാണ് ചേച്ചി റോസിനെ ശ്രദ്ധിക്കുന്നത്. അവളിപ്പോഴും വല്ലാതെ ഡെസ്പായിട്ടിരിക്കുകയാണ്. അപ്പോ ശോഭയോട്, അല്ല ഇപ്പോഴും ഇവൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ശോഭ, ചേച്ചി, എന്റെ മൂത്ത മകൻ അലന് ആ അപകടം സംഭവിച്ചില്ലേ, അതിനുശേഷമാണ് അവൾ ഇങ്ങനെ ആയത്. എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്റെ മോൻ അലൻ പോയ ശേഷം 1 വർഷത്തോളം എന്റെ മെന്റൽ സിറ്റുവേഷൻ എന്തായിരുന്നെന്ന് എനിക്കറിയാലോ. കൗൺസിലിംഗും തെറാപ്പിയൊക്കെ ആയിട്ടാണ് എന്റെ മനസ്സിനെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അവൾക്കും ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്തു കൊടുത്തതാ. എന്നിട്ട് മാറ്റമൊന്നും കാണാതായപ്പോ അവൾക്കൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് പതിയെ അവളുടെ മനസ്സ് മാറുമെന്ന് ഞങ്ങൾ കരുതിയതാ. എന്നിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ചേച്ചി കാണുന്നതല്ലേ. അപ്പൊ ചേച്ചിയാണെങ്കിൽ, അല്ല അവൾക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ? 1-2 ഫ്രണ്ട്സ് ഉണ്ട്, എന്നാൽ അവരോട് അവൾ എത്രത്തോളം ഓപ്പൺ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ചേച്ചിയാണെങ്കിൽ വെറുതെ അല്ല, എന്റെ മോൻ കുറച്ചു നേരത്തെ അവളോടൊന്ന് സംസാരിക്കാൻ പോയിട്ട് പോലും അവള് മൈൻഡ് ആക്കിയതേ ഇല്ല. ചേച്ചി, ഇന്നത്തെ അവളുടെ മൂഡ് ഓഫിന്റെ കാരണം അതല്ല കേട്ടോ. ഇന്ന് രാവിലെ അവളൊരു സ്വപ്നം കണ്ടിരുന്നു. വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം എന്നാ അവള് പറയുന്നേ. അത് മാത്രല്ല, കുറെ പ്രാവശ്യമായിട്ട് വീണ്ടും അതേ സ്വപ്നം തന്നെ അവള് കണ്ടോണ്ടിരിക്കുമല്ലോ. അപ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, കവിത, ഇതാ ജെറി വന്നിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ശോഭയോട്, കവിത, എനിക്ക് നീ ഒരു സഹായം ചെയ്തു തരണം. എന്ത് സഹായ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ പറയുന്നുണ്ട്, പക്ഷെ അതെന്താണ് നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ അവര് പോയ ആ ഒരു ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്ത് അവരുടെ ഫാം ഹൗസിലേക്ക് തിരിച്ചു വരികയാണ്. അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ഫാം ഹൗസിലെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ റോസ് ഇപ്പോഴും തന്റെ ബ്രദറിന്റെ വിയോഗം സഹിക്കാൻ പറ്റാതെ അവന്റെ റൂമിലെ അവൻ പ്ലേ ചെയ്യാറുണ്ടായിരുന്ന ഗിറ്റാറും അതുപോലെ അവൻ പല മത്സരങ്ങളിലും പഠനത്തിലൊക്കെ നേടിയിട്ടുണ്ടായിരുന്ന ട്രോഫികളൊക്കെ നോക്കിയിട്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് ഭക്ഷണമൊക്കെ മുറിച്ച് അവളുടെ തൃപ്തിക്ക് കഴിക്കാനേ എളുപ്പത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവളിലെ ബുക്ക് ഷെൽഫിൽ നിന്ന് ഒരു പത്ര കട്ടിങ് എടുത്ത് നോക്കുന്നത്. അതിലൊരു വാർത്ത കാണുമ്പോഴാണ് നമുക്ക്
മനസ്സിലാവുന്നത് നമ്മുടെ റോസിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏട്ടൻ അലൻ വെള്ളത്തില് മുങ്ങി മരണപ്പെട്ടത്. അതിന്റെ കുറ്റബോധമാണ് ഇപ്പോഴും റോസിനെ വല്ലാതെ അലട്ടുന്നത്. തന്റെ അമ്മയ്ക്കും മൂത്ത മകന്റെ ഓർമ്മ ഇപ്പോഴും പതിയെ അവരലട്ടുന്നുണ്ട്. അപ്പോ റോസ് ആണെങ്കിൽ മൈൻഡിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാന് ക്രൈം സ്റ്റോറികളെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അതുപോലെ അച്ഛനും അമ്മയും ആ ഒരു സങ്കടം മറക്കാന് എല്ലാ സ്നേഹവും തന്റെ മകൾക്കും അതുപോലെ ചെറിയ മകനും കൊടുത്ത് പള്ളിയും പ്രാർത്ഥനയൊക്കെയായി സമാധാനം കണ്ടെത്തിയാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുപോലെ അവരുടെ ഫാമിലി കുറച്ചധികം മൊയലുകളുണ്ട്. റോസലിന് മൊയലുകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഫാമിലിയിലേക്ക് പുതുതായിട്ട് ജോലിക്ക് ഒരാൾ വരുന്നത്. അയാളൊരു തമിഴനാണ്, പേര് വേലു. അപ്പോ ജോണ് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണം. രാത്രിയാകുമ്പോൾ എല്ലാ ജീവികളുടെയും കൂട് മറക്കാതെ അടക്കവും വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ റോസിന്റെ കയ്യിലിരുന്ന് കളിച്ചോണ്ടിരുന്ന അവളുടെ പെറ്റ് പൂച്ചക്കുട്ടിയില്ലേ, അത് കയ്യിൽ നിന്ന് ചാടി എന്തോ കണ്ട് പേടിച്ച പോലെ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് അവള് കാണുന്നത്. അപ്പോ കിറ്റി എന്ന് വിളിച്ച് അവള് പിന്നാലെ പോയി നോക്കുമ്പോ ആ പൂച്ച എങ്ങോട്ടാ പോയതെന്ന് കാണുന്നില്ല. അപ്പോ എസ്റ്റേറ്റിന്റെ ജനങ്ങളൊന്നുമില്ലാത്ത മരങ്ങൾ മാത്രമുള്ള ഒരു ഭാഗത്തെത്തിയപ്പോ പെട്ടെന്ന് അവളുടെ പിന്നിലൂടെ ആരോ പാസ് ചെയ്ത പോലെ അവൾക്ക് തോന്നുകയാണ്. അപ്പോഴാണ് ഒരു ഭാഗത്തുനിന്ന് ആ പൂച്ചയുടെ അലറി കരച്ചവള് കേൾക്കുന്നത്. പേടിച്ച് അവളവിടെ നോടാൻ നോക്കുമ്പോ ഏതോ ഒരാളെ തട്ടി അവള് വീണു പോവാണ്. നോക്കുമ്പോ കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ട ആ കൊലയാളി മുഖമൂടിയില്ലേ, അവൻ തന്നെയാണ്. പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് കുറച്ചു നേരത്തെ അവള് കണ്ടതൊരു സ്വപ്നമായിരുന്നു. നോക്കുമ്പോ തൊട്ടടുത്ത് അവളുടെ കിറ്റിയുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് താഴെ അച്ഛന്റെയും അമ്മയുടെ അരികിൽ വന്നപ്പോ അച്ഛൻ നല്ല പത്രവായനയാ. അതിന്റെ ഇടയിലും മകൾക്ക് ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ചെറിയ മകനായിട്ടുള്ള അനിയനെ കളിപ്പിച്ചോണ്ടിരിക്കുക. അപ്പോ അവള് പേടിക്കുന്ന സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറയാൻ നോക്കിയിട്ടും അവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ദേഷ്യത്തില് അവൾ അവിടെ എഴുന്നേറ്റ് പോകുമ്പോ അച്ഛൻ റോസെ നീ പറയാമെന്ന് പറ. അപ്പൊ അമ്മയാണെങ്കിൽ അവൾക്ക് ചിലപ്പോ മൂഡ് സ്വിംഗ് ആയിരിക്കും. അങ്ങനെ ഭർത്താവ് ജോണിന്റെ കയ്യില് മകനെയും കൊടുത്തിട്ട് മകളുടെ റൂമിൽ പോയിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്നും എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റതാ? 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ധൈര്യം എത്രയേ ഉള്ളൂ. അപ്പോഴാണ് അവളുടെ അമ്മയുടെ ഫോൺ നോക്കുമ്പോ റോസിന്റെ കൂട്ടുകാരി അതിഥി കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൾ ദേഷ്യത്തില് എന്റെ കൂട്ടുകാർ വിളിച്ചാലേ ഫോൺ തന്നൂടെ, നീ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ടല്ലേ അമ്മ വിളിക്കാത്തെ? അതിഥിയുടെ എന്തോ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് പോലും, അത് നിന്നോട് പറയാൻ വിളിച്ചതാ. അപ്പൊ ദേഷ്യത്തില് അവളോട് നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരി അതിഥിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ റോസ് അവളുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ദുസ്വപ്നങ്ങളെ കുറിച്ചൊക്കെ അതിഥിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളാണെങ്കിൽ റോസെ ഞാൻ നെറ്റില് സെർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിലുള്ള ചില ഡീപ്പായിട്ടുള്ള തോന്നലുകൾ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറയാതെ വെച്ചിട്ടുള്ള പല രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഓർമ്മകൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിട്ട് കാണുക. നിനക്ക് അങ്ങനെ വല്ലതുണ്ടോ? അപ്പൊ അവള് എനിക്ക് അങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നമൊന്നുമില്ല, വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്ന എന്റെ ഏട്ടന്റെ ആ ഒരു ഓർമ്മ മാത്രമാണുള്ളത്. അപ്പൊ അതിഥി അല്ലടി നീ ഈ സ്വപ്നം എപ്പോഴാ കാണാറ്? വെളുപ്പിന് അത് രാവിലെയാ? ആ സമയത്താ. അങ്ങനെയാണെങ്കിൽ ഫലിക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട് വെളുപ്പം കാലത്ത് നമ്മൾ കാണുന്ന സ്വപ്നം ഫലിക്കുന്നു. അതും കൂടി കേട്ടപ്പോ വീണ്ടും അവളുടെ ഭയം കൂടുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മുങ്ങിപ്പോകുന്ന അവളെ രക്ഷിക്കാൻ വന്ന അവളുടെ ഏട്ടൻ അലനില്ലേ, അവൻ വെള്ളത്തിലേക്ക് താന്നു പോകുന്നത് അവൾ കണ്ടു ഞെട്ടിപ്പോവാണ്. അങ്ങനെ അടുത്ത ദിവസമില്ലേ റോസിന്റെ ചെറിയ അനിയനെ ഡോക്ടറെ കാണിക്കാനേ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോ റോസിനെ പുറത്തിരുത്തിയിട്ടാണ് ആ ഒരു കുഞ്ഞിനെ കൂട്ടി അമ്മ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്നത്. അമ്മ അവളുടെ അരികിൽ നിന്ന് പോയപ്പോ അവൾക്കുള്ളിൽ വല്ലാതെ പേടി തോന്നുകയാണ്, ഒറ്റക്കായ പോലെ. അങ്ങനെ അമ്മ അവളുടെ അരികിലേക്ക് തിരിച്ചു വരുന്ന കാത്തു നിൽക്കുമ്പോ കുഞ്ഞുമായിട്ട് അമ്മ വരികയാണ്. സമാധാനിക്കാൻ നോക്കുമ്പോഴാണ് അമ്മയുടെ പിന്നിലൂടെ അവള് സ്വപ്നത്തിൽ കാണുന്ന ആ ഒരു അജ്ഞാതനെ പോലെ ഒരാൾ പാസ് ചെയ്തു പോകുന്നത് അവള് കാണുന്നേ. അവനൊരു പൂച്ചക്കണ്ണനാണ്. സ്വപ്നത്തില് അവള് കാണുന്ന ആ മുഖമൂടിക്കും പൂച്ചക്കണ്ണുണ്ട്. അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ടെൻഷനായിട്ട് തിരിച്ചു പോകുമ്പോ കുഞ്ഞിനെ റോസാണ് മടിയിൽ വെച്ചിട്ടുള്ളേ. അപ്പോ കുഞ്ഞ് പുറത്തേക്ക് എന്തോ നോക്കുമ്പോ അമ്മ പറയുന്നുണ്ട്, റോസെ നീ കുഞ്ഞിനെ ശ്രദ്ധിക്കേ, ശരിക്കും മടിയിലിരുത്ത്, വണ്ടി വല്ലതും പാസ് ചെയ്ത് പോകുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലോ. അതേ സമയത്ത് ഫാം ഹൗസിലില്ലേ അച്ഛൻ ജോൺ ആണെങ്കിൽ പുതുതായിട്ടൊരു കാളയെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിന് തൊഴുത്തിൽ കെട്ടാനും പറഞ്ഞ് ഉള്ളിലെ അലമാരയിൽ നിന്ന് പൈസ എടുത്ത് ആ കാളയെ കൊണ്ടുവന്ന ഡ്രൈവറിന് കൊടുക്കാണ്. അങ്ങനെ രാത്രി ആയപ്പോ അച്ഛനും അമ്മയും അതുപോലെ റോസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ റോസിന്റെ കൂട്ടുകാർ വിളിക്കുകയാണ്. അപ്പൊ അമ്മ ഇനി റോസ് ദേഷ്യപ്പെടാതിരിക്കാനേ അവർ ഫോണ് അവളുടെ നേരേക്ക് നീട്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കൂട്ടുകാരി അതിഥി റോസിനെ കൂട്ടിയിട്ട് എങ്ങോട്ടോ ലോങ് ട്രാവൽ പോകുന്നുണ്ട്. അപ്പൊ റോസ് അല്ല നമ്മളിത് എങ്ങോട്ടാ? അതൊക്കെ സീക്രട്ടാ. അപ്പൊ റോസ് അല്ല നിനക്കിപ്പോ 17 വയസ്സല്ലേ, പോലീസ് കണ്ടാ പിടിക്കില്ലേ? ഈ സമയത്ത് ഈ ഭാഗത്തൊന്നും ഒരു പോലീസ് ഉണ്ടാവില്ല, ഞാൻ ഇടക്കിടക്ക് പോകാറുള്ളല്ലേ. അല്ലേലും നീ എന്ത് ഭാഗ്യവതിയാ, സ്വന്തമായിട്ട് ഓടിക്കാൻ കാറുണ്ട്, ആവശ്യത്തിന് ചെലവാക്കാന് ഡെബിറ്റ് കാർഡ്, എന്നാല് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോണ് പോലും വാങ്ങി തരില്ല. അപ്പൊ അതിഥി അതിനെന്താ, നിനക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് അനിയനെ അവര് തന്നില്ലേ, നീ ഒന്ന് പോയടെ അവിടുന്ന്. അപ്പൊ അതിഥി അല്ല
നിന്റെ അച്ഛനും അമ്മയ്ക്കും ലൈറ്റായിട്ട് ഒരു കുഞ്ഞുണ്ടായതില് നിനക്ക് എന്തെങ്കിലും ഷെയ്മേടുണ്ടോ? അയ്യേ, ഒരിക്കലുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അവനോട് എനിക്ക് അധികം ക്ലോസ് ആവാൻ പറ്റുന്നില്ല. അവന്റെ അടുത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് ചേട്ടനായ ആലനെ ഓർമ്മ വരിക. അവന്റെ വിയോഗം ഞാൻ കാരണല്ലേ. അപ്പൊ അതിഥിയാണെങ്കിൽ അത് നീ കാരണമൊന്നുമല്ല, 3 വർഷം മുമ്പ് നടന്നതല്ലേ. മനസ്സിന്ന് അതൊക്കെ എടുത്ത് കളയാൻ നോക്ക്. അപ്പൊ റോസ്, നിനക്കൊരു കാര്യം അറിയോ? അച്ഛന്റെയും അമ്മയുടെയും ഫേവറേറ്റ് ചൈൽഡ് അലനായിരുന്നു. അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രം. എന്നിട്ടാണല്ലോ റോസ് വാലി എന്ന് നിങ്ങളുടെ ഫാം ഹൗസിനെ അവർ പേരിട്ടെ. നിന്നോട് തന്നെയാ അവർക്ക് കൂടുതൽ ഇഷ്ടം. അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിൽ ചെറിയൊരു സമാധാനം വരുന്നുണ്ട്. അങ്ങനെ നേരെ അവർ വന്നത് നമ്മുടെ അതിഥിയുടെ ഫ്രണ്ടായിട്ടുള്ള ദീപകിന്റെ അച്ഛനെ കാണാനാണ്. കാരണം അങ്ങേരൊരു സൈക്കാട്രിസ്റ്റ് ആണ്. നമ്മുടെ റോസ് വല്ലാതെ ഭയപ്പെടുന്ന ആ സ്വപ്നത്തെക്കുറിച്ചും മറ്റെല്ലാ പ്രശ്നങ്ങളും അതിഥി നമ്മുടെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും അങ്കിൾ നിന്നെ ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ശോഭയില്ലേ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ ഇടിച്ചു പോവാണ്. അപ്പോൾ അച്ഛനോട്, അല്ല അച്ഛാ, ആരാത്? എവിടെയോ കണ്ട പോലൊരു ഓർമ്മ. അത് നമ്മുടെ മേരി, ഈ പള്ളിയില് പണ്ടുണ്ടായിരുന്ന കന്യാസ്ത്രീ ആയിരുന്നു. അവള് ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ഈ കന്യാസ്ത്രീ പട്ടം തീരെ യോജിച്ചതല്ലാന്ന്. കാരണം അവൾക്ക് ഒരുത്തിനുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളി കണ്ടപ്പോൾ ഞാൻ തന്നെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. അങ്ങനെ ഇപ്പം എന്തായി, അവളുടെ ഒക്കത്തൊരു കുച്ചുമായി വരുത്തൻ അവന്റെ പാട് നോക്കി പോവുകയും ചെയ്തു. ഇന്ന് അവൾ എന്നെ കാണാൻ വന്നത് അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാ. അപ്പോൾ ശോഭയും ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ നോക്കണ്ടല്ലേ, കഴിയാണെങ്കിൽ വാങ്ങിക്കൊടുക്കച്ചോ. നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള സൂപ്പർ മാർക്കറ്റിലെ നോക്കാം, അവിടെ വേക്കൻസി ഉണ്ടോന്ന്. അല്ല മോളെന്താ പതിവില്ലാതെ എന്നെ കാണാൻ വന്നേ? അത് കുറച്ച് നാളായിട്ട് എന്റെ മോൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ പോലെ. അപ്പോൾ അച്ഛനോടൊരു സഹായം ചോദിക്കാനാ ഞാനും വന്നേ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോക്ടറില്ലേ അങ്ങേര് റോസിനോട്, നിനക്ക് ഒരു നാണവും വേണ്ട കേട്ടോ. നിനക്കാളും പ്രായം കുറഞ്ഞ നല്ല പ്രായമുള്ള ആളുകളൊക്കെ ഇതുപോലെ ചെറിയ ഫോബിയയും അതുപോലെ ഡിപ്രഷനൊക്കെ ഉണ്ട് എന്നെ കാണാൻ വരാറുണ്ട്. കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാന് നിനക്ക് മടിയൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റോസലിനെ അലട്ടുന്ന പ്രശ്നം എന്താ? അതായത് എന്നെ പലപ്പോഴായിട്ട് സ്വപ്നത്തിൽ അലട്ടുന്ന, എന്നെ കൊല്ലാൻ ഉപദ്രവിക്കാൻ വരുന്ന ഒരാളുണ്ട്. അവൻ ആരാണെന്നോ മുഖം എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. പക്ഷേ അവനൊരു പച്ച കളറിലുള്ള പൂച്ച കണ്ണുണ്ട്. അപ്പൊ ഡോക്ടർ, അതുപോലെ ആരെങ്കിലും നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ആരും അറിയില്ല. പക്ഷേ അയാള് എന്റെ സ്വപ്നത്തിൽ മാത്രമല്ല, റിയാലിറ്റിയിലും റിയൽ ലൈഫിലും അയാൾ എന്റെ പിന്നാലെയുണ്ട്. അപ്പൊ ഡോക്ടർ, റിയൽ ലൈഫിലോ? എവിടെ വെച്ച്? അത് ഒരിക്കൽ ഫാമിലി ട്രിപ്പിൽ വെച്ച്, അതുപോലെ ഈ ഇടക്ക് ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച്, അതുപോലെ സിനിമ തിയേറ്ററിലും, പിന്നെ എന്റെ വീട്ടിലും വെച്ച്. അപ്പൊ ഡോക്ടർ, എന്ത് വീട്ടിൽ വെച്ചെന്നോ? കറക്റ്റ് വീട്ടിലല്ല, ഫാമിന്റെ പുറത്ത് വെച്ച്. അപ്പൊ ഡോക്ടർ, റോസെ, നിനക്ക് റിയാലിറ്റിയും ഡ്രീമും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതൊക്കെ നീ ഡ്രീമിൽ കണ്ടതാണോ? അവൾക്ക് മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അതേ സമയത്ത് അച്ഛനോട് അമ്മ പറയുന്നുണ്ട്, പണ്ടൊക്കെ എന്റെ മകള് നല്ല ആക്റ്റീവ് ആയിരുന്നില്ലേ, എല്ലാവരായിട്ടും മിങ്കിളാവുമായിരുന്നു. ഇപ്പോ വല്ലാതെ ഉൾവലിഞ്ഞു പോകുന്ന പോലെ, പള്ളിയിലേക്കും തീരെ വരുന്നില്ലല്ലോ. അപ്പൊ അച്ഛനും, ശരിയാ, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളി കാണാതെ കുറേയായി. ഞങ്ങള് കുറെ പ്രാവശ്യം അവളെ നിർബന്ധിച്ചതാച്ചോ, എന്നാല് അവള് തന്നെ വരാൻ കൂട്ടാക്കാതായപ്പോ പിന്നെ നമ്മളും പറച്ചില് നിർത്തിയതാ. അപ്പൊ അച്ഛനാണെങ്കിലേ, ശോഭ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൾക്ക് സമയം കൊടുക്കാന്, അവളുടെ അരികില് പോയിരിക്കാന് നീ ശ്രമിക്കാറുണ്ടോ? അപ്പോ അമ്മയും ഇനി അങ്ങനെ വല്ല കുറവും അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിൽ കരുതുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോക്ടറോടും റോസ് പറഞ്ഞതും അത് തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും തന്റെ കാര്യത്തില് തീരെ ശ്രദ്ധയില്ല. അപ്പൊ ഡോക്ടർ, റോസ് ഇതുവരെ പറഞ്ഞ കാര്യം വെച്ചിട്ട് അങ്ങനെ അച്ഛനെയും അമ്മയും തള്ളി പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നോക്കാനൊരു വലിയ ഫാം ഉണ്ട്, അതുപോലെ ഒരു കുഞ്ഞനുജനും ഇല്ലേ. ഇപ്പോ റോസിന്റെ ഈ ഒരു പ്രായത്തില് അത്ര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞനുജനെ കിട്ടാന്നത് വലിയൊരു ഗിഫ്റ്റ് അല്ലേ. അപ്പോ റോസ് തന്നെ സമയം കണ്ടെത്തിയിട്ട് അനിയനോട് അങ്ങോട്ട് കൂടുതൽ മിങ്കിളാവാൻ ശ്രമിക്കുക. അതുപോലെ അച്ഛനും അമ്മയ്ക്കും സമയം കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ പതിയെ എല്ലാ കാര്യവും ശരിയാവും. പിന്നെ എപ്പോഴെങ്കിലും ആങ്സൈറ്റി വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന പോലെ ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതേ സമയത്ത് അച്ഛൻ അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജീവിതത്തിൽ നമുക്ക് 100 കണക്കിന് തിരക്കുകളുണ്ടാവും. അപ്പോൾ നീ നിന്റെ കുഞ്ഞ് മകനെ ശ്രദ്ധിക്കുമ്പോൾ മൂത്ത മകൾക്ക് ശ്രദ്ധ വേണ്ടല്ലോ എന്ന് കരുതാൻ പാടില്ല. പ്രത്യേകിച്ച് അവളിപ്പോ 17 വയസ്സല്ല, ടീനേജ് പ്രായത്തില. ഈ ക്രൂഷ്യലായ സമയത്ത് അവള് നിന്റെ അടുത്തേക്ക് വരാൻ മടി കാണിച്ചാലും നീ അങ്ങോട്ട് പോയിട്ട് അവളോട് സ്നേഹം കാണിക്കുക. ഒരു പരിഗണനയും അതുപോലെ കുറച്ചധികം മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്താൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയോ. അപ്പൊ അമ്മയാണെങ്കിൽ, അച്ഛ, ഞാൻ ഇവിടെ വരെ വന്നത് അച്ഛന് സമയം കിട്ടുമ്പോൾ ഒന്ന് അവിടെ വരെ വന്ന് അവളോടൊന്ന് സംസാരിക്കൂ. അപ്പൊ അച്ഛൻ, ഇന്നത്തെ കാലത്തെ കുട്ടികളോട് അച്ഛന്മാര് പറഞ്ഞു കഴിഞ്ഞാല് അവര് വല്ലതും കേൾക്കോ വല്ലതും അനുസരിക്കോ? എന്തായാലും ഞാനൊന്ന് വന്നു നോക്കാം. അതേ സമയത്ത് നമ്മുടെ റോസിന്റെ കൂട്ടുകാരില്ലേ, അവളുടെ ഒരു പഴയ സൈക്കിള് റോസിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈക്കിൾ എടുത്ത് അവൾ നേരെ ഫാമിലേക്ക് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാണ്.
തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ അലനുമായിട്ട് നീ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ മനസ്സ് നല്ല രീതിയിൽ കാമാവുന്നു. പിന്നെ നിന്റെ ഉള്ളിലെ ഭയത്തെ മറികടക്കാൻ ഏറ്റവും നല്ല വഴി ആ ഒരു ഫിയറിനെ നീ നേരിട്ട് ഫേസ് ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ അനിയൻ അലനുമാര് കളിച്ചോണ്ടിരിക്കുമ്പോൾ റോസ് പോയിട്ട് അവനെ സ്നേഹത്തോടെ വാരിയെടുക്കാണ്. അത് കണ്ട അച്ഛൻ, ആഹാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അമ്മയും നിനക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, റോസെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാല് നിനക്ക് 18 വയസ്സാവാണ്. അപ്പോൾ ബർത്ത്ഡേന്റെ അന്ന് നിനക്ക് ഞങ്ങളുടെ വക ചില ഗിഫ്റ്റുകളുണ്ട്. അത് അന്ന് പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ പൊട്ടിക്കണോ? അപ്പൊ അവളാണെങ്കിൽ അതുവരെ കാക്കള ക്ഷമയില്ല, ഇപ്പൊ പറ. അതായത് നീ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സെൽഫോണ് അന്ന് നിനക്ക് ഞാൻ തരാൻ പോവാണ്. അപ്പൊ അവള് സന്തോഷത്തില് അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ, ആയിട്ടില്ല, വേഗം നീ ഡ്രൈവിംഗ് പഠിക്കുന്ന എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഒരു സ്കൂട്ടറും നിനക്ക് ഞാൻ വാങ്ങിത്തരാം. അപ്പൊ അവള് ബെസ്റ്റ് പപ്പ എവർ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഈ ഐഡിയ ഒക്കെ തന്നത് നിന്റെ അമ്മയാ. അപ്പോൾ അമ്മയും അവളെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ കുറെ നാളായിട്ട് ആ കുടുംബത്തിലില്ലാതിരുന്ന സന്തോഷമൊക്കെ തിരിച്ചു വരികയാണ്. അങ്ങനെ റോസ് തന്നെ കുഞ്ഞനിയനെ ഉറക്കി അമ്മയുടെ കയ്യിൽ കൊടുത്ത് അച്ഛനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം പറയുന്നതോട് മറന്നുപോയി. നാളെ നമ്മുടെ കൂടെ ഈ വീട്ടിലെ പുതിയ ഒരു അതിഥി കൂടി വരുന്നുണ്ട്. നമ്മള് നിന്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി കവിതാന്റെ ഇല്ലേ, അവരുടെ അപ്പച്ചന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നില്ലേ, അവരുടെ എന്തോ ഫാമിലി റിലേറ്റീവ് ആണ്. നീ അവനെ ജെറി ചേട്ടാന്ന് വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ അലന്റെ റൂമില്ലേ, അവിടെയാണ് കുറച്ച് ദിവസത്തേക്ക് ജെറി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആ റൂം എന്തായാലും പുറത്തായിട്ടല്ലേ. അപ്പോ അവള് തന്റെ ഏട്ടനെ അവൾക്ക് വയലിൻ വായിച്ചു കൊടുക്കുന്ന നല്ലൊരു സ്വപ്നം കണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അമ്മ വിളിച്ചിട്ട്, റോസെ എണീറ്റ് താഴത്തേക്ക് വാ, ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ ആ ഒരു ജെറി ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ അവള് പതി എഴുന്നേറ്റ് താഴത്തേക്ക് പോകാൻ നോക്കുമ്പോ അവളുടെ പെറ്റ് പൂച്ചക്കുട്ടിയില്ലേ, അത് ജനലിലൂടെ എന്തോ പേടിച്ച് നോക്കി നിൽക്കുന്ന പോലെ അവള് കാണുകയാണ്. അങ്ങനെ അവള് പതിയെ താഴെ സ്റ്റെയർ ഇറങ്ങി പോയി നോക്കുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ആ ഒരു ജെറി താഴെ വന്നിട്ടുണ്ട്. എന്നാല് ജെറിയെ കണ്ടപ്പോ നമ്മുടെ റോസ് വല്ലാതെ ഷോക്കായി പോവാണ്. കാരണം ആ പച്ച പൂച്ചക്കണ്ണുള്ള അവളുടെ സ്വപ്നത്തിലെ അവളെ കൊല്ലാൻ വരുന്ന അതേ മുഖമൂടിക്കാരനാണ് ഇപ്പൊ അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. അവള് വല്ലാതെ പേടിച്ച് ഭയന്ന് അവിടെ തന്നെ ബോധം കെട്ട് വീണു പോവാണ്. അടുത്ത സീനില് താഴെ വീണുപോയ റോസിനെ ബെഡിൽ കിടത്തിയിട്ട് കുറച്ച് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, മോളെ നീ ഓക്കെ അല്ലേ? എന്നാല് അപ്പോഴും അവള് പേടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ജെറിയാണ് അവള് കാണുന്നേ. ജെറിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഇവള് ഭയക്കുന്നതില് എന്തൊക്കെയോ സത്യം ഉണ്ടോന്ന് നമുക്കും തോന്നുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും റോസിന് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. തൊട്ടു നോക്കുമ്പോൾ പനിയൊന്നുമില്ല. എന്തായാലും കുറച്ചു നേരം നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, ഒന്ന് മയങ്ങിക്കോന്ന് പറഞ്ഞ് അവര് റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അവൾക്ക് മനസ്സിൽ ഉറപ്പാവുന്നുണ്ട്, അതെ അവള് സ്വപ്നത്തിൽ കണ്ട അവളെ പലപ്പോഴും പിന്തുടർന്ന ആ പൂച്ചക്കണ്ണുള്ള വ്യക്തി അത് ഇവൻ തന്നെയാണ്. അതേ സമയത്ത് അച്ഛനും അമ്മയിലെ അവരുടെ മൂത്ത മകനായിട്ടുള്ള അലന്റെ ഔട്ട്ഹൗസിലെ റൂം ജെറിക്ക് കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ റോസും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അമ്മയാണെങ്കിലേ, മോളെ ജെറി ചേട്ടൻ ഇവിടെ ബയോടെക്നോളജി റിസർച്ച് സെന്ററിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, കുറച്ച് നാള് ഇവിടെ കാണും. അപ്പൊ അമ്മയാണെങ്കിലേ, ജെറി ഫുഡ് ഇവിടെ നിന്നാവാട്ടോ. അപ്പൊ അവനും ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതിയാവും, കാരണം ഞാൻ വർക്കിന് പോയാല് ഉച്ചക്കത്തെ ഫുഡും അതുപോലെ ലഞ്ചും ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ ആ റൂമിന്റെ ചാവിയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ അച്ഛൻ ജോണ് പറയുന്നുണ്ട്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാലേ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ എന്റെ കാറിൽ തന്നെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാം. അപ്പൊ ജെറിയും ആയിക്കോട്ടെ. എന്നാല് റോസ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോ ജെറി, എന്താ എന്നെ കണ്ട് പേടിച്ചു പോയോ? അപ്പോഴും അവൾ വല്ലാതെ ഭയന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ കാറിലെ ജെറിയെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോയപ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ശരിക്കും പറ്റിയേ? അപ്പോൾ റോസ് ആണെങ്കിലേ, അമ്മേ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അതേ ആള് തന്നെയാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ജെറി. അപ്പൊ അമ്മ, സ്വപ്നത്തിൽ കാണുന്ന ആളെന്നോ? നിനക്ക് ഉറപ്പാണോ? അതെ, എനിക്ക് 100% ഉറപ്പാ, ഇത് അവൻ തന്നെ. നീ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ നിനക്ക് സ്വപ്നത്തിൽ കാണുന്ന ആളുടെ മുഖം ശരിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അത് ശരിയാമ്മേ, പക്ഷെ ഇന്ന് അവനെ നേരിട്ട് കണ്ടപ്പോ അവന്റെ ആ പച്ച കണ്ണ് അതെനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോ അമ്മയാണെങ്കിലേ റോസ് വായിക്കുന്ന മിസ്റ്ററി നോവൽ കാണിച്ചിട്ട്, ഇങ്ങനത്തെ നോവലൊക്കെ വായിച്ചാല് നിനക്ക് ഇതുപോലെ പല കണക്ഷനും തോന്നും റോസെ, ഇതിലും കൂടുതൽ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. ഈ ബുക്കൊക്കെ വായിക്കേണ്ട പ്രായം നിന്റെ കഴിഞ്ഞതല്ലേ, നിനക്ക് വല്ല നല്ല ബുക്കും വായിച്ചൂടെ? അപ്പോൾ അവളാണെങ്കിലേ, അമ്മേ ഞാൻ പറയുന്നത് ഒന്നമ്മ വിശ്വസിക്കേ. ആയിക്കോട്ടെ, നീ പറയുന്നത് വിശ്വസിച്ചു. നീ സ്വപ്നത്തിൽ കാണുന്ന പച്ച കണ്ണുള്ള ആള് തന്നെയാണ് അവനെങ്കിലും ഞങ്ങള് ഇവിടെ ഇല്ലേ. അതുമല്ല, ഒരാഴ്ചത്തെ അവന്റെ റിസർച്ച് കഴിഞ്ഞ് അവൻ പോയിക്കോളും. അതുവരെയെങ്കിലും അവനോട് കുറച്ച് നല്ല സ്വഭാവം കാണിക്കോ? അപ്പൊ റോസാണെങ്കിലേ, എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ അവന്റെ അരികിലേക്ക് അവനെ കാണാനേ പോകണ്ട, അതെങ്കിലും പറ്റുമോ? അതിന് റോസ് മറുത്തൊന്നും പറയുന്നില്ല. അതേ സമയത്ത് അച്ഛൻ നമ്മുടെ ജെറിയെ കൂട്ടിയിട്ട് ചെറിയൊരു റൈഡ് നടത്തിയല്ലേ. അപ്പോ അച്ഛനും പറയുന്നുണ്ട്, ജെറി നിന്റേതൊരു വ്യത്യസ്തമായിട്ടുള്ള പെക്യുലർ ഐസ് ആണല്ലോ. അപ്പോ ജെറിയും അതെന്റെ അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അപ്പോ ജോൺ ആണെങ്കിൽ, അല്ല നീ മദ്യപിക്കോ? അതുപോലെ സിഗരറ്റ് വലി ഇടക്കിടക്ക് വലിക്കാറുണ്ട്. മദ്യപാനവും അതുപോലെ തന്നെ. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന് ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് വലിക്കില്ല കേട്ടോ, പുറത്ത് പോകുമ്പോൾ വലിച്ചോളാം. അപ്പൊ ജെറിയും, അല്ല നിങ്ങൾ കഴിക്കാറുണ്ടോ? ഇടക്കിടക്ക് ഞാനും എന്റെ ഭാര്യ ശോഭയും കൂടി ഒന്നിച്ച് കൂടാറുണ്ട്, ചെറിയ രീതിയിൽ. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ ജെറിയും ആയിക്കോട്ടെ. അങ്ങനെ ജെറിയെ തന്റെ ഓഫീസിൽ ഡ്രോപ്പ്
ചെയ്തിട്ട് വൈകുന്നേരം ഞാൻ പിക്ക് ചെയ്യാൻ വരണോ? അത് കുഴപ്പമില്ല, ഞാൻ ഈ പ്രകൃതി ഭംഗിയെല്ലാം കണ്ടിട്ട് പതിയെ നടന്നു വന്നോളാം. അങ്കിള് ഓഫീസ് കയറുന്നോ? ഇല്ല, പിന്നെ ഇരിക്കാവോ. പിന്നെ മോള് തന്നെ കണ്ടപ്പോ അങ്ങനെ റിയാക്ട് ചെയ്തതില് ഒന്നും തോന്നരുത്. അപ്പൊ ചെറിയും അത് കുഴപ്പമില്ല. അങ്ങനെ അന്ന് രാത്രി റോസ് അച്ഛനും അമ്മയും ചേർന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അവളുടെ റൂമിൽ കയറി വേഗം ഡോറ് ലോക്ക് ചെയ്തിട്ട് അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്രൈം സ്റ്റോറിയിലെ അത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോ ആരോ തന്റെ റൂമിന്റെ പുറത്തൂടെ പാസ്സായി പോകുന്നത് അവള് ഭയന്ന് നോക്കി നിൽക്കാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ശോഭ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ ജോണ് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ രാത്രി എപ്പോഴാ തിരിച്ചെത്തിയേ? വല്ലാതെ ഇരുട്ടായി, ഒരു 8-8:30 ആയിട്ടുണ്ടാവും. അപ്പൊ റോസ്, ഇന്നലെ രാത്രി നിങ്ങളുടെ റൂമില് ലേറ്റ് കണ്ടല്ലോ, അതും 7 മണിക്ക്. അപ്പൊ ചെറിയാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ചിലപ്പോ ശരിയായിരിക്കും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ സമയം നോക്കാൻ പറ്റിയില്ല, കാരണം എന്റെ ഫോൺ ഓഫായി പോയിരുന്നു. ഞാൻ വരുമ്പോ എന്തായാലും നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കരുതിയത് 8-8:30 ആയിന്നാ. അപ്പൊ ശോഭ, ആഹാ വെറുതെ അല്ല, നിങ്ങളുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഒരു 6 മണിയായി കഴിഞ്ഞാൽ തന്നെ നല്ലോണം ഇരുട് കയറിയിട്ട് 8 മണിയെ പോലെ തോന്നും. അപ്പൊ ജെറിയില്ലേ നമ്മുടെ റോസിന് ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ടേബിളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ഈച്ചയില്ലേ ഗ്ലാസിന്റെ ഉള്ളില് ലോക്ക് ചെയ്തിട്ട്, ആഹാ പെട്ടല്ലേ, അതായത് എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ. അങ്ങനെ ജെറി അവന്റെ വർക്കിന് പോണ്. അതേ സമയത്ത് നമ്മുടെ റോസില്ലേ തന്റെ കൂട്ടുകാരി അതിഥി വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോ, നീ സ്വപ്നത്ത് കാണുന്ന അതേ ആളാ? എന്നിട്ട് നീ നിന്റെ അമ്മയോട് പറഞ്ഞോ? അമ്മയോടൊക്കെ പറഞ്ഞ് അമ്മ പറയുന്നത് എനിക്ക് വട്ടാന്ന. അമ്മ പറഞ്ഞ ആ കാര്യത്തില് കുറച്ച് സത്യം ഇല്ലാതില്ല. അല്ലടി, ഇന്ന് നിന്റെ അച്ഛന്റെ കൂടെ കാറില് പോയിരുന്ന അയാളാണോ? അയാള് നീ പറയുന്ന പോലെ അങ്ങനെ പേടിക്കാനുള്ള സ്കെയർ ആയിട്ടുള്ളൊരു മുഖമൊന്നുമല്ലല്ലോ, നല്ല ഹാൻസം ആയുള്ള ഒരുത്തനല്ലേ. അപ്പൊ റോസും നിന്നോടാണല്ലോ ഞാനിത് പറഞ്ഞ. അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അവളെ ഹോണ്ട് ചെയ്യുന്ന എല്ലാ ഓർമ്മകളും പെട്ടെന്ന് അവളെ ഞെട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. സമയം നോക്കുമ്പോ 3 മണിയോളായിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം നോക്കുമ്പോ ബോട്ടിൽ വെള്ളമില്ല. അപ്പോഴാണ് അവള് ജനലിന്റെ പുറത്തൂടെ ആരോ പോകുന്നത് കാണുന്നത്. അവള് ഉള്ളില് പേടിയോടെ പതിയെ തന്റെ ഡോറിന്റെ അരികിൽ വന്നപ്പോ അതേ ആള് പുറത്തു നിന്ന് ആ ഡോറ് തുറക്കാൻ നോക്കുകയാണ്. അവള് വല്ലാതെ വരയ്ക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ നിന്ന് പൂച്ചയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ ഇപ്പോ അവിടെ അയാളെ കാണാനില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ജോണ് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഉറക്കം നല്ലോണം കിട്ടില്ല എന്നൊന്നല്ലോ, കണ്ണ് കാണുമ്പോ തന്നെ അറിയാം. അപ്പോ ജെറി ആണെങ്കിൽ അതേലെ ഇന്നലെ ഒരു ബുക്ക് വായിച്ചിട്ട് ഉറങ്ങാന് കുറച്ച് ലേറ്റ് ആയി പോയി. അത് കേട്ടപ്പോ റോസിനെ, അപ്പോ ഇന്നലെ രാത്രി ഞാൻ കണ്ടത് സത്യം തന്നെ ആയിരുന്നുല്ലേ? അപ്പൊ അമ്മയാണെങ്കിൽ, ആഹാ ബുക്ക് വായന എന്റെ മോളെ പോലെ ഉണ്ടല്ലേ, ഇവള് വായിക്കുന്ന പോലത്തെ ബുക്കൊന്നുമല്ലല്ലോ, ഇല്ലാത്ത ഫിക്ഷണൽ സ്റ്റോറീസ്. അപ്പൊ അവനാണെങ്കിൽ എനിക്കും അങ്ങനത്തെ സ്റ്റോറി തന്നെ ഇൻട്രസ്റ്റ്. അപ്പോഴാണ് ജോണ് ഈ അടുത്ത് ഫാമിലിയൊക്കെ വാങ്ങിയ ആ ഒരു കാളിയില്ലേ അത് കയറും പൊട്ടിച്ച് ഓടുന്ന കാണുന്നത്. അപ്പോ എല്ലാരും കൂടി അതിന്റെ പിന്നാലെ പോയപ്പോ ജെറിയില്ലേ അവൻ ഇരുന്നെടുത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. അങ്ങനെ പതിയെ ആ വീട്ടിലെ അലന്റെ റൂമിലും അതുപോലെ പല റൂമുകളിലും അവൻ ശരിക്കെന്തോ അരിച്ചു പെറുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ റോസിന്റെ റൂമിലേക്ക് വന്ന് അവിടെയും എന്തൊക്കെയോ തേടി നോക്കുകയാണ്. അപ്പോ സംശയം തോന്നിയിട്ട് റോസ് വീട്ടിലേക്ക് വന്നപ്പോ ജെറി താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ ജെറി ആണെങ്കിൽ കിച്ചൺ എവിടെയാന്ന് അറിയാത്തോണ്ട്, അല്ല പുറത്തെന്താ ശബ്ദം കേട്ടെ, അത് നമ്മുടെ കാള ഒന്ന് കയറ് പൊട്ടിച്ച് ഓടിയതാ. അന്ന് രാത്രി റോസ് ഉറങ്ങാൻ കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്കൊക്കെ അവളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾക്കൊന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവളുടെ കൂട്ടുകാരി അതിഥിയില്ലേ അവളുടെ കാറ് ഡ്രൈവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ലോറി വരുന്നത്. അപ്പോൾ ജസ്റ്റ് കാറിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. പേടിച്ച് വിറച്ച അതിഥി ആണെങ്കിൽ, ഇറങ്ങിയേ ഞാൻ ഓടിച്ചോളാം. അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ, നീ എനിക്ക് വണ്ടി ഓടിക്കാൻ തരാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ അവളും ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ റോസിന്റെ സൈക്കിളില്ലേ അതിഥിക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാല് അവൾക്ക് ശരിക്കും വഴങ്ങുന്നില്ല. അപ്പോൾ റോസ് തന്നെ, ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരുമ്പോ പെട്ടെന്നില്ലേ അതിഥി അവളുടെ പിന്നിലെ എന്തോന്ന് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ റോസ് എന്താന്ന് ചോദിക്കുമ്പോ പിന്നിലെ പെട്ടെന്ന് റോസിന്റെ ബാലൻസ് ഏറ്റിട്ട് അടിച്ചുത്തി വീഴുന്നുണ്ട്. അപ്പൊ അവളുടെ കൈക്ക് മുറിവ് പറ്റിയപ്പോ നല്ല ബെസ്റ്റ് ഡ്രൈവർ അല്ല അതും പറഞ്ഞ് അതിഥി മുറിവിന് ബാൻഡേജ് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ റോസ് ആണെങ്കിലേ, എടി ഞാൻ പറഞ്ഞില്ലേ അവൻ കഴിഞ്ഞ ദിവസം എന്റെ റൂമിന്റെ ലോക്ക് നോബ് തുറക്കാൻ നോക്കി. എന്നാൽ അതിഥി ആണെങ്കിൽ നിനക്ക് വെറുതെ തോന്നിയായിരിക്കും, നീ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതല്ലേ. അത് മാത്രല്ല അവൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ, അത് മാത്രല്ല അവനെ കണ്ട അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ നിനക്ക് എന്നെ തീരെ വിശ്വാസമില്ല. അപ്പൊ അതിഥിയാണെങ്കിൽ, എനിക്ക് നിന്നെ വിശ്വാസാ, നീ കണ്ടു എന്ന് പറയുന്നില്ലേ, അത് നേരിട്ട് കണ്ടതാണോ ഇനി അതല്ല നീ സ്വപ്നം കണ്ടതാണെങ്കിലോ. അങ്ങനെ അന്ന് രാത്രിയും റോസ് ഉറങ്ങാൻ കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ അർദ്ധരാത്രി ഒരു 3 മണിയുടെ അടുത്തായപ്പോ അവള് വീണ്ടും പുറത്ത് വാതിലൂടെ നോക്കുമ്പോ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. അപ്പോ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും പതിയെ അവള് ആ ഡോറിന്റെ മുമ്പിൽ വന്ന് നോക്കുകയാണ്. അപ്പോ പ്രതീക്ഷ പോലെ തന്നെ പുറത്ത് അവൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡോറ് തുറക്കുന്ന പോലെ തോന്നിയിട്ടുള്ളൂ, ഇപ്പൊ നോക്കുമ്പോ ആ ഡോറ് തുറന്നിട്ടില്ലേ, ആ അജ്ഞാതൻ ഉള്ളിലേക്ക് കയറാണ്. അപ്പോ പേടിച്ച റോസ് വേഗം വന്ന് ബെഡില് ഉറങ്ങുന്ന പോലെ കിടക്കുമ്പോ അവനില്ലേ പതിയെ സ്റ്റെയറിലൂടെ
താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ റോസും പതിയെ അവന്റെ പിന്നാലെ എങ്ങോട്ടായിരിക്കും അവൻ പോകുന്നറിയാന് സ്റ്റെയറിലൂടെ വരുമ്പോ താഴെ കണ്ട അവനെ പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ അവനില്ലേ നേരെ ഏതോ ഒരു റൂം തുറക്കാൻ നോക്കാണ്. അതിനുള്ളിലെ നമ്മുടെ റോസിന്റെ പൂച്ച കരയുന്ന കേട്ടപ്പോ അതിനെടുത്ത് റോസ് നിൽക്കുന്ന സ്റ്റെയറിലേക്ക് കയറുമ്പോ അവളെ കണ്ടു എന്ന് നമ്മൾ ഭയക്കുമ്പോഴാണ് അവള് നേരത്തെ തന്നെ ആ സ്റ്റെയറിന്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പോയെന്ന് ഉറപ്പായപ്പോ പതിയെ അവള് മുകളിലേക്ക് കയറി അവളുടെ റൂം തുറന്ന് ലോക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് അവളുടെ പിന്നിലെ അവൻ നിൽക്കുന്ന കണ്ട് അവള് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നോ? അങ്ങനെ അവൾ വെള്ളം കുടിച്ച് ഒന്ന് കിടക്കാൻ നോക്കുമ്പോഴാണ് അവൾ റൂമിൽ തന്നെയാണ് അവളുടെ കിറ്റ് കിടക്കാറ്. എന്നാൽ ഇപ്പോ ആ കിറ്റിയുടെ ബെഡില് അതിനെ കാണുന്നില്ല. അല്ല, കുറച്ചു നേരത്തെ അവൻ ആ കിറ്റ് എടുത്ത് പോന്നെ കണ്ടതല്ലേ? അപ്പോൾ കിറ്റി എന്ന് വിളിച്ച് അവന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ആ പൂച്ച അലറി കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇവിടെയാണ് ഈ സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത സീനിലെ ആ ഒരു ജെറിയിലെ അവൻ ആ പൂച്ചയെ എടുത്തിട്ടാണ് വരുന്നത്. ഇവൻ ഇന്നലെ രാത്രി എന്റെ കൂടെ. അപ്പൊ ജോണാണെങ്കിൽ ഇവിടെ ഒരാള് അവളുടെ പൂച്ചയെ കാണാതെ വീട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇതെങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടാവുക? അത് ഞാന് ജനൽ ഇന്നലെ തുറന്നു വെച്ചിരുന്നു. ചിലപ്പോ അതിലൂടെ കയറിയതായിരിക്കും. അപ്പൊ ജോണ് ചിലപ്പോ എന്റെ മകൻ അലന്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവനുണ്ടാവുമ്പോഴൊക്കെ അവൾ എപ്പോഴും ആ റൂമിലായിരുന്നു. അപ്പൊ റോസ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എന്റെ റൂമില് എന്റെ കൂടെ കിടന്ന എന്റെ കിറ്റി എങ്ങനെയാ സ്റ്റെയർ ഇറങ്ങിയിട്ട് അലന്റെ റൂമിലേക്ക് പോവാ? അപ്പോ ജെറി ആ കിറ്റിയെ കയ്യിൽ നിന്ന് വിടുമ്പോ നേരെ ജനലിലൂടെ ചാടിയത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും ആ റൂമിൽ കയറിയിട്ടുണ്ടാവുക. അപ്പോ അമ്മയും അച്ഛനൊക്കെ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോ റോസും അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കാൻ നോക്കുമ്പോ ജെറിയെ വിളിച്ചിട്ട്, ജെറി, ഇവിടെ ഇടയ്ക്കിങ്ങനെ കറണ്ട് പോകാറുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ സിഗരറ്റ് വലിക്കുന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ റൂമിൽ നിന്ന് വലിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ജെറിയും, അത് കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് വലിച്ചിട്ട് വന്നോളാം. കാരണം ഇത് അലന്റെ റൂമാണെന്നും അലന്റെ ഓർമ്മകൾ വിടണ്ടെന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ രാത്രി ഫുഡും കഴിച്ച് റോസ് റൂമിലെത്തിയപ്പോ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോ അവള് ബെഡിലെ വാതിലിന്റെ നേരെ ഭാഗത്തുനിന്ന് പതിയെ മറ്റൊരു ഭാഗത്തേക്ക് വലിച്ചിട്ടിട്ട് അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാണ്. അങ്ങനെ രാവിലെ ആയപ്പോ ജെറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോ റോസ് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ അവൻ പ്ലേറ്റില് പതിയെ റോസിനെ തന്നെ നോക്കി തട്ടിക്കൊണ്ടിരിക്കുമ്പോ അവൾക്ക് ഭയം അടക്കാൻ വരുന്നില്ല. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും, ജെറി, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ ജെറിയും, എന്നാ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ? അപ്പോ റോസ്, ഞാൻ കുഞ്ഞിനെ നോക്കി വീട്ടില് നിന്നോളാന്ന് പറയാണ്. അങ്ങനെ അവര് നേരെ പള്ളിയിലേക്ക് എത്തിയിട്ട് അച്ഛന് നമ്മുടെ ജെറിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പതിയെ ജെറി റോസിന്റെ ഫാമിലി ആയിട്ട് നല്ലോണം മിങ്കിളാവുകയാണ്. എല്ലാരെയും കംഫർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കാഴ്ച കാണുമ്പോൾ റോസിന് ദേഷ്യവും അമർഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവള് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവൻ വളരെ സ്വാതന്ത്ര്യത്തില് കിച്ചണിൽ കയറി ഭക്ഷണം എടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് രാത്രി ഒരു ഈച്ചയെ കൂടി അവൻ അടിച്ചിട്ടിട്ട്, വീണ്ടും ട്രാപ്പായല്ല. അതായത് കുടുംബത്തെ മുഴുവൻ അവൻ കയ്യിലാക്കിയെന്ന ഒരു മോനയോട് അവൻ സംസാരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവര് സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ജെറിയും കൂടെ പോവാണ്. അപ്പോൾ ഒരിക്കൽ പള്ളിയിൽ വെച്ച് കണ്ട മേരി എന്നൊരു നഴ്സില്ലേ, അവര് ജെറിയും അതുപോലെ ജെറിയെ മേരിയും അറിയുന്ന പോലെ നോക്കുന്നുണ്ട്. ഇവര് തമ്മിൽ എന്ത് കണക്ഷനാന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോ ഒരു മുയല് ചത്തടക്കുന്നുണ്ട്. എന്താ പറ്റാന്ന് ചോദിക്കുമ്പോ രാത്രി കൂടടക്കാൻ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞതാ, അവര് ചെയ്തില്ല, പാമ്പ് കൊത്തിയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് ജെറി പുറത്തേക്ക് വരുമ്പോ ഒരു കൂട്ടുകാരൻ, അല്ല ജോമോനെ, കണ്ടിട്ട് കുറേ അല്ലെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അത് കേട്ടപ്പോ ശോഭയ്ക്കും എന്തോ സംശയം തോന്നുകയാണ്. അങ്ങനെ രാത്രി ആയപ്പോ ജെറി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്കിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും റോസിനെ വിളിക്കുകയാണ്. അവള് താഴത്തേക്ക് വന്ന് നോക്കുമ്പോ അവളുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ചില്ലി ചിക്കനും പൊറോട്ടയാണ്. ഇതെങ്ങനെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവന്നേ? അപ്പൊ ജോണാണെങ്കിലേ ജെറിയോട്, അപ്പൊ ഒന്നിച്ച് കഴിക്കല്ലേ? അയ്യോ, ഞാനിപ്പോ കഴിച്ചിട്ട് വന്നതാ. അത് ശരിയാവില്ല, ഫാമിലിയോട് ആകുമ്പോ കുറച്ച് കഴിക്കണം. എന്താ, ഓക്കെ അല്ലേ? നിർബന്ധമാണെങ്കിൽ കുറച്ച് ഞാൻ കഴിക്കാം. അപ്പൊ ജോണാണെങ്കിൽ ഇതാണ് ചെറുതൊന്ന് അടിക്കാനുള്ള കറക്റ്റ് ടൈം. അത് കണ്ടപ്പോ റോസ് ആണെങ്കിൽ, അച്ഛൻ പണ്ട് ഇത്രയും കഴിക്കലായിരുന്നു, ഇപ്പൊ അടുത്ത് കുറച്ചധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ശോഭയാണെങ്കിൽ, അത് മോള് പറഞ്ഞ കറക്റ്റാ, എനിക്കും സംശയമുണ്ട്. അപ്പൊ ജോണാണെങ്കിൽ ഇതിൽ കുറച്ചേ ഉള്ളൂ, ഇതും കൂടി മാത്രം. അങ്ങനെ അവര് 3 പേർ കൊഴിക്കാണ്. അത് കണ്ടപ്പോ ദേഷ്യം വന്നിട്ട് നമ്മുടെ റോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ പേരൻസ് ആണെങ്കിൽ അത് കാര്യാക്കണ്ട. അപ്പൊ റോസിന് മുകളിലേക്ക് അമ്മ പൊറോട്ടയും കറിയും കൊണ്ടുവന്ന് കൊടുത്തിട്ട് ദേഷ്യം കാണിക്കേണ്ടത് ഫുഡിനോടല്ല, നീ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് ഇവിടെ തന്നെ വെച്ചാൽ മതി, രാവിലെ ഞാൻ എടുത്തോളാം. എന്നിട്ടും റോസിന്റെ മുഖത്തുള്ള ഡസ്റ്റ് മാറാതായപ്പോ അമ്മ പറയുന്നുണ്ട്, ജെറി ഇപ്പോ 2-3 ദിവസം കഴിഞ്ഞാൽ പോവില്ലേ, അതുവരെ വെറുതെ മുഖത്ത് മുഷിപ്പ് കാണിക്കല്ലേ. പിന്നെ അവര് കഴിക്കുന്ന ഡ്രിങ്ക്സിനെ കുറിച്ചാണെങ്കിൽ ഇന്നുകൂടി മാത്രം, ഇനി ഉണ്ടാവില്ല. എന്നിട്ട് ഫോണും കൊടുത്ത് ഗെയിം കളിക്കോ കോള് വിളിക്കോ എന്ത് വേണം ചെയ്തോ, നാളെ തന്നാ മതി. അതും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് ജെറി ആണെങ്കിൽ, അങ്കിളിന്റെ പോർക്കോ ഒലത്തിയതിലാണല്ലേ ചേച്ചി വീണ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. അപ്പോ ശോഭയും പറയുന്നുണ്ട്, ചെയ്യുന്ന കാര്യത്തില് കുറച്ച് വൃത്തിക്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. അപ്പൊ ജോണും, പിന്നെന്താ, നമുക്ക് ശരിയാക്കാന്ന്. അങ്ങനെ അവള് റൂമിലെത്തിയപ്പോ പുറത്ത് ആരോ പാസ് ചെയ്യുന്ന പോലെ അവൾ കാണുന്നുണ്ട്. പതിയെ വന്ന് നോക്കുമ്പോ ജെറി അവന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. എന്നിട്ട് റോസിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോ റോസ് ഉറങ്ങുന്ന പോലെ ഒരു ബുക്ക് മുഖത്ത് വെച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവൻ പതിയെ ബുക്ക് എടുത്ത് നോക്കുമ്പോ
അവൾ ഉറക്കാന്ന് കരുതിയിട്ട് അവൻ പുറത്തേക്ക് മെല്ലെ പോകുന്നുണ്ട്. അവൻ താഴെ എത്തിയെന്ന് ഉറപ്പായപ്പോ പതിയെ ജനലിലൂടെ എങ്ങോട്ടാൻ പോന്ന് നോക്കുമ്പോ ഗേറ്റും തുറന്നിട്ട് പുറത്തെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാണ്. അപ്പോ അവള് കയ്യിൽ ഫോണും എടുത്തിട്ട് പതിയെ പുറത്തിറങ്ങിയപ്പോ ആ ഒരു ഗേറ്റിലെ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് ദൂരെ കൂടെ അവൻ പോകുന്നത് അവള് കാണുന്നേ. അങ്ങനെ ഫാമിന്റെ ഭാഗത്തോട്ട് പോകുമ്പോ റോസ് പതിയെ വന്ന് ആ ഫാം നോക്കുന്ന ഒരാളുണ്ട്, ജാക്സൺ. അയാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ അയാൾ നല്ല ഉറക്കത്തില്ല. ഇനി അയാളെ വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവളുടെ കയ്യിലെ ഫോൺ എടുത്തിട്ട് അവൻ എങ്ങോട്ടാ പോയി നോക്കുമ്പോ ഒരു റൂമിൽ കയറിയിട്ട് അവൻ അലമാരിയിൽ നിന്ന് എന്തൊക്കെയോ തേടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അവള് ആ വിഷ്വല് ഫോണിലെടുക്കുമ്പോ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കാണ്. അതിനുള്ളില് അവള് പതിയെ മാറിയിട്ട് അവനോടൊന്ന് പോയി എന്ന് തോന്നിയപ്പോ മെല്ലെ ആ റൂമിലേക്ക് കയറി നോക്കുമ്പോ അവളുടെ പിന്നിലെ അവൻ വന്ന് നിൽക്കുകയാണ്. അവനെ കണ്ട് ഭയന്ന ആ സമയത്ത് തന്നെ അവളെ ബോധം കെടുത്താന് എന്തോ സ്പ്രേ മുഖത്തടിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം അവള് ഞെട്ടി എഴുന്നേൽക്കുന്നത് അവളുടെ ബെഡിലാണ്. തൊട്ടരികില് ഇന്നലെ രാത്രി വായിച്ച ആ ബുക്കും കാണുന്നുണ്ട്. അപ്പോ തനിക്ക് സംഭവിച്ചത് താൻ കണ്ടത് ദേഷ്യത്തില് അവള് താഴത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയോട് ജെറി അവനെവിടെ? അവനോ? ചേട്ടാന്ന് വിളിക്കടി, ഞാൻ ചോദിച്ചത് പറ എവിടെ? അവൻ ജോലിക്ക് പോയി. ഇന്നലെ രാത്രി ഫോണും തോണ്ടിരുന്നല്ലേ? അപ്പോ അവളാണെങ്കില് അച്ഛാ അമ്മേ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ രാത്രി അവള് കണ്ട കാര്യങ്ങള് അച്ഛനോട് അമ്മയോടും പറയുമ്പോ അച്ഛൻ പറയുന്നുണ്ട് നിന്റെ സ്വപ്നം ഇപ്പൊ നിന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവളാണെങ്കില് എന്താ നിങ്ങൾ പറയുന്നേ? ഞാൻ സത്യം പറയുന്നേ, ഇത് സ്വപ്നമല്ല. ഞാൻ പറയുന്നത് ഇവിടെ ആരും കേൾക്കുന്നില്ല. അപ്പൊ അച്ഛനാണെങ്കിലേ മോളെ നീ ഇവിടെ വാ. അങ്ങനെ അലമാര തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ഫാമിന്റെ താക്കോൽ കെട്ടെടുത്ത് കാണിച്ചു കൊടുക്കാണ്. അല്ല നീ പറയുന്നത് ഈ ചാവി എടുത്ത് ഡോറ് തുറന്ന് ഫാമിന്റെ ഉള്ളിൽ എവിടെയോ കയറിയെന്നല്ലേ? ഇതിന്റെ ഉള്ളില് ഞാൻ ഭദ്രമായി വെച്ചത് എങ്ങനെ അവൻ എടുത്തിട്ട് പോവാ? അപ്പൊ അമ്മയാണെങ്കില് അല്ല നീ പറഞ്ഞത് നീ എന്തോ വീഡിയോ എടുത്തെന്നല്ലേ? ആ വീഡിയോയുടെ അവള് വേഗം തന്നെ പോയിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ അതിൽ അവൾ എടുത്ത ആ ഒരു വീഡിയോ കാണാനില്ല. അപ്പൊ അമ്മയാണെങ്കില് സാരല്ല പോട്ടെ. അവള് അമ്മേനെ വിശ്വസിച്ചിട്ടില്ല അല്ലെ? എന്നെ ആരൊക്കെ വിശ്വസിച്ചാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അല്ല മോളെ ഞങ്ങൾ വിശ്വസിച്ചു. അല്ല നിങ്ങൾ നുണ പറയാ. അപ്പൊ അവള് കയ്യിലെ മുറി കാണിച്ചിട്ട് ഇന്നലെ അവന്റെ പുറകെ പോയപ്പോ ഞാൻ വീണപ്പോ മുറിഞ്ഞതാ. അപ്പൊ അമ്മയാണെങ്കില് എന്തിനു മോളെ നുണ പറയുന്നേ? കഴിഞ്ഞ ദിവസം നീ സൈക്കിളിൽ നിന്ന് വീണപ്പോ മുറിഞ്ഞതല്ലേ ഇത്? അവൾക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും വരികയാണ്. തന്റെ ചുറ്റിൽ എന്താ സംഭവിക്കുന്നേ? തന്നെ ആരും എന്താ മനസ്സിലാകാതെ. അപ്പോഴാണ് പുറത്തുനിന്ന് അച്ഛനും അമ്മയും സങ്കടത്തോടെ മോളേന്ന് വിളിക്കുന്ന കേൾക്കുന്നേ. പോയി നോക്കുമ്പോ നമ്മുടെ റോസിന്റെ അതുപോലെ അച്ഛന്റെയും അമ്മയുടെയും അലന്റെയും പെറ്റായിരുന്നു അവരെ പൂച്ചക്കുട്ടി കിറ്റി അവിടെ ചത്ത് കിടക്കുകയാണ്. അത് കണ്ടപ്പോ റോസ് ബോധം കെട്ട് വീണു പോകുന്നുണ്ട്. ഇവിടെയാണ് ഈ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവൾക്ക് ബോധം വന്ന ശേഷം അവളുടെ പെറ്റായ കിറ്റിയെ അമ്മയും അച്ഛനും ആ ഫാമിലെ എല്ലാ ജനങ്ങളും ചേർന്നിട്ട് മറവ് ചെയ്യാണ്. അപ്പോൾ റോസിന് അവളുടെ ഒരു കൂടപ്പിറപ്പ് അവളെ വിട്ടുപോയ പോലെ മൈൻഡ് വല്ലാതെ വീണ്ടും ഡെസ്പാവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ജെറി ചോദിക്കുന്നുണ്ട് അല്ല ആ പൂച്ചക്കപ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? ജോൺ ആണെങ്കിൽ 12 വയസ്സുണ്ടായിരുന്നു. 12 വയസ്സ് വരെയൊക്കെ ആ പൂച്ച ജീവിച്ചോ? ഭയങ്കര ലക്കിയാണല്ലോ. എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, അതിന് 3 വയസ്സായപ്പോഴത്തേക്കും ചത്തുപോയി. അപ്പൊ ജോൺ ആണെങ്കിൽ എന്നാല് നമ്മുടെ പൂച്ചയ്ക്ക് 12 വയസ്സിന്റെ ആ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ആക്റ്റീവ് ആയിരുന്നില്ലേ? പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയില്ല. അപ്പൊ അമ്മയാണെങ്കിലേ ജോണെ ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം മോള് വല്ലാതെ ഡെസ്പാണ്. അപ്പൊ ചെറി ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി വല്ല പാമ്പോ മറ്റോ ആയിരിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസം ആ ഒരു മുയലും ഇതുപോലെ ചത്തിരുന്നില്ലേ? അപ്പൊ ജോണ് ചിലപ്പോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ശോഭെ നമുക്ക് ഫാമിന് ചുറ്റും കാട് പിടിച്ചടക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ജെറി ആണെങ്കിൽ വളരെ ലൗഡായിട്ട് ഒരു വൃത്തികെട്ട രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ റോസ് ഭക്ഷണം കഴിച്ച് റൂമിലെത്തിയപ്പോ എന്തോ ഒന്ന് കണ്ടിട്ട് അവൾ ഓടി താഴെ അമ്മയുടെ അരികിലേക്ക് വരികയാണ്. അമ്മ പുറത്ത് കാട് പിടിച്ച ആ ഒരു സ്ഥലമൊക്കെ വെട്ടിത്തളിക്കുന്ന തിരക്കില്ല. അപ്പോൾ റോസ് അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അമ്മേ അന്ന് രാത്രി ജെറി പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുവന്നിരുന്നില്ലേ? അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ച് റൂമിലേക്ക് വന്നപ്പോ അമ്മ എനിക്ക് ആ ഫുഡ് റൂമിൽ കൊണ്ടു തന്നു. എന്നാൽ ആ ഫുഡ് ഞാനല്ല കഴിച്ചേ, കിറ്റിയുടെ പാത്രത്തിലിട്ട് അവന് ഞാൻ തട്ടി കൊടുക്കായിരുന്നു. അപ്പോ ഇനി ആ ഫുഡ് കഴിച്ചിട്ടാണോ കിറ്റി മരണപ്പെട്ടെ? അമ്മയ്ക്കും ഇപ്പോ സംശയം തോന്നാണ്. അപ്പോ വേഗം തന്നെ അവര് അലമാരയുടെ ചാവി എടുത്ത് ഉള്ളിലുള്ള ആഭരണങ്ങളും അതുപോലെ പണമൊക്കെ വെച്ച സ്ഥലത്ത് തന്നെ അതുപോലെ ഉണ്ടോ എന്ന് നോക്കുമ്പോ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ കാര്യം ജോണോട് പറയുമ്പോ അവൾക്ക് ഇവിടെ പേയിങ് ഗസ്റ്റിനെ കൊണ്ടുവന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് വെറുതെ ഓരോ കാര്യങ്ങളുണ്ടാക്കി അവന്റെ തലയിൽ കുതിര കയറുന്നത്. അപ്പൊ അമ്മയാണെങ്കിലേ ഫോൺ എടുത്തിട്ട് അവളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്ക്. ഒരു ഗസ്റ്റിനെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടതെന്നൊക്കെയാണ് അവള് സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അച്ഛനാണെങ്കിലേ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ വല്ല കൗൺസിലിംഗ് നോക്കാൻ. ഇപ്പോ അവളുടെ കണി കാണുമ്പോ മെന്റലി ഡിസബിൾഡ് ആയിട്ടുള്ള മാനസിക രോഗം പിടിച്ച പോലത്തെ കളിയാണല്ലോ. എന്നാല് അച്ഛനും അമ്മയും പറയുന്നതൊക്കെ റോസ് റൂമിന്റെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ ഒരു ദേഷ്യത്തില് അവള് നേരെ ജെറിയുടെ റൂമിലേക്ക് പോയിട്ട് വാതിൽ തട്ടാണ്. നിർത്താതെ തട്ടുന്ന കണ്ടപ്പോ അവൻ വാതിൽ തുറന്നുണ്ടപ്പോ അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് നീയാടാ എന്റെ പൂച്ചയെ കൊന്നേ? നീ ഈ വീട്ടിൽ വന്ന ശേഷം പ്രശ്നങ്ങള് ഗുരുതരായി തുടങ്ങി. നീ കൊല്ലുമല്ലേ? എല്ലാരെയും കൊല്ലും. അപ്പൊ ജെറി ആണെങ്കിലേ ഒന്ന് മിണ്ടാതിരിക്കേ. നീ എന്റെ അച്ഛനെയും അമ്മയും
അമ്മയും ബ്രെയിൻ വാഷ് ചെയ്ത പോലെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളുടെ സൗണ്ട് ഒന്ന് നിർത്താനായിട്ട് ജെറി വായ പിടിച്ച് പൊത്തുമ്പോ എന്തോടെ പ്രശ്നം ചോദിച്ചേ അച്ഛനും അമ്മയും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ റോസ് മറുത്തൊന്നും പറയാതെ അവിടുന്ന് ഓടിപ്പോകുമ്പോൾ അച്ഛനും അമ്മയും അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ജെറി ആണെങ്കിൽ അങ്കിളൊരു കാര്യം ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ റൂമിലെത്തിയപ്പോൾ അമ്മ പറയുന്നുണ്ട്, ജോണേ ഇത് കുറച്ച് കൂടുതലായിപ്പോയി. അവളുടെ വായ പൊത്തുപിടിക്കാനേ അവനാരാ? അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് അവള് അങ്ങോട്ട് ചെയ്തത് നീ കണ്ടതല്ലേ, നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ, അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ പ്രായം എത്രയാ? അതിനിപ്പോ നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? അവനോട് ഇപ്പൊ ഇറങ്ങിപ്പോകാൻ പറയണോ, അല്ലെങ്കിൽ നാളെ രാവിലെ പോകാൻ പറയണോ? ഞാൻ എന്തിനു റെഡിയാ? നിന്റെ ഫ്രണ്ടല്ലേ കവിത, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തെറ്റണ്ടെന്ന് കരുതിയിട്ടാ. 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞാലേ അവൻ മര്യാദക്കങ്ങ് പോയില്ലേ. അപ്പൊ അമ്മയും നല്ല രീതിയിലാണെങ്കിലേ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നതിനും എനിക്ക് കുഴപ്പമില്ല. എന്നാൽ ദേഹത്ത് തൊട്ടുള്ള കളി അത് വേണ്ട, അത് ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ അന്ന് രാത്രി റോസ് കിടന്ന് ചെറുതായിട്ട് മയങ്ങിയപ്പോ രാത്രി അമ്മയും അവളുടെ റൂമിലേക്ക് അവളുടെ അരികിൽ വന്ന് കിടക്കാണ്. ഇനി അവള് ഭയക്കുന്ന പോലെ അവൻ റൂമിന്റെ പുറത്ത് വരാറുണ്ടോ ഒന്ന് നോക്കാലോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോ ജെറിയോട് ഒരു വാക്കും പറയാതെ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോ ജെറി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാന് നാളെ എന്തായാലും പോവാണ്. ശരിക്കും ഇന്നലെ സംഭവിച്ചത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. പെട്ടെന്ന് ഒരു പെൺകുട്ടി റൂമിലേക്ക് ഇടിച്ചു കയറി വരുമ്പോ ഞാൻ ഒറ്റക്കുമായിരുന്നില്ലേ, അതും രാത്രി സമയത്തും. ഇനി അവളുടെ ശബ്ദം കേട്ട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലെന്ന് കരുതിയിട്ടാ. റോസിനോടും ഐ ആം എക്സ്ട്രീംലി സോറി എന്നൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പാനിക് ആയതുകൊണ്ടാ. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഒരിക്കലും കൈവയ്ക്കാൻ പാടില്ലായിരുന്നു. എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പൊ ജോണാണെങ്കിൽ സാരല്ല പോട്ടെ. അപ്പോൾ ശോഭയും ശരിക്കും എൻ്റെ മോള് ചെയ്തതിനും ഞങ്ങളും സോറി ചോദിക്കുകയാണ്. അപ്പോൾ ജോണ് എന്തായാലും ഒരു 4 ദിവസം കൂടെയല്ലേ താനുള്ളൂ, അത് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് താൻ പോയാൽ മതി, തിരക്ക് പിടിച്ച് എങ്ങോട്ടും പോകണ്ട. അങ്ങനെ ജെറിക്ക് അവർ ഫുഡ് സെർവ് ചെയ്യാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ജെറി ബൈക്ക് കൊടുത്ത് തൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ജോണും ഫാമിൻ്റെ ലൈസൻസ് പുതുക്കാൻ പുറത്തു പോവാണ്. അപ്പോൾ റോസിനോട് ഞാനൊന്ന് ഫാമിലേക്ക് പോയിട്ട് വരാം, നീ കുഞ്ഞിനെ നോക്കണമെന്ന് ഏൽപ്പിച്ചിട്ട് അമ്മയും പോവാണ്. അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അലമാരേൻ്റെ ഉള്ളിൽ ജെറിയുടെ റൂമിൻ്റെ ചാവി അവൾ കണ്ടതല്ലേ, ആ ചാവി എടുത്ത് അവൻ്റെ റൂം ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ റൂം മുഴുവനായിട്ട് അവള് അരിച്ചു പെറുക്കുമ്പോൾ ജോലിക്ക് പോയ ജെറിക്ക് എന്തോ ഡൗട്ട് തോന്നിട്ടാന്ന് തോന്നിട്ട് ആ വണ്ടി പതിയെ തിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ബാഗ് എടുത്ത് കുടഞ്ഞതിൽ എന്താ നോക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ വന്നിട്ട് റോസിന്റെ തോളിലെ ആരോ കൈവക്കാണ്. അവള് ഞെട്ടി നോക്കുമ്പോ അത് അവളുടെ അമ്മയായിരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പോ അവളിലെ ഒരു ഐഡന്റിറ്റി കാർഡ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതില് അവന്റെ പേര് ജോമോൻ സ്കറിയ എന്നാണുള്ളത്. അപ്പോ അവന്റെ പേര് ജെറി എന്നല്ലേ? സംശയം തോന്നിയ അമ്മയും അച്ഛനെ വിളിച്ചു നോക്കുമ്പോ അച്ഛന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോഴാണ് അമ്മ ഓർക്കുന്നത്, ഒരിക്കൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഒരുത്തൻ ജോമോനെ എന്ന് ജെറിയെ വിളിച്ചിരുന്നതും അമ്മ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ റോസ് ആണെങ്കിലേ എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ആരും എന്നെ വിശ്വസിച്ചില്ലല്ലോ. അപ്പൊ അമ്മയാണെങ്കിലേ തന്റെ കൂട്ടുകാരി കവിതയെ വിളിക്കുമ്പോ കവിത, അല്ല എന്താ ശോഭേ? അത് ചേച്ചി ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ചേച്ചിക്ക് ജോമോൻ സ്കറിയ അറിയോ? ജോമോൻ സ്കറിയോ? അങ്ങനെ ഒരാള് അതാരാ? ആ ശരിയാ, അത് നമ്മുടെ ജെറിയല്ലേ? ജെറിയുടെ മുഴുവൻ പേര് ജോമോൻ സ്കറിയാന്നാ. ജെറിന്ന് നമ്മള് പള്ളിയിലെ അവനെ വിളിച്ച പേരാ. അങ്ങനെയാ ഞങ്ങളും അവനെ ജെറിന്ന് വിളിക്കാൻ തുടങ്ങിയ. എന്താ ശോഭ? ഒന്നുമില്ല ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞേ ഫോണ് കട്ട് ചെയ്തിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട്, അല്ല ചേച്ചിയുടെ റിലേറ്റീവ് ആണ് ജെറി എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ അന്ന് അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ജെറി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ ഞാൻ അവനെ കണ്ടില്ല. ആ ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാട്ടായിരിക്കും, അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നണ്ണ് മേരിയില്ലേ അവരെ കാണാനായിട്ട് ജെറി പേഴ്സണലായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന കാണുന്നേ. അവരും ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്, എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ശോഭയില്ലേ അവരുടെ ഫോണില് അന്നത്തെ അപ്പാപ്പന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിലെ ഫോട്ടോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി ആ ഫോട്ടോയിൽ എവിടെയെങ്കിലും ജെറി ഉണ്ടോ ഇല്ലയോ എന്നറിയാനേ. അപ്പൊ അവസാനം ഒരു ഫോട്ടോയുടെ നടുവിലായിട്ട് ജെറി ഉണ്ട്. അപ്പൊ തന്റെ സംശയമൊക്കെ തെറ്റായിരുന്നു. മോളോട് പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നെ കുറ്റം പറയല്ല, പക്ഷെ ഒരാളെ നമ്മൾ സംശയിക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണ്ടേ? വെറുതെ ഒരു ബന്ധം വഷളാക്കണോ? ഒന്നില്ലെങ്കിലും അയാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടൊരു ഗസ്റ്റ് അല്ലേ, ഇനിയും അയാളെ ഇൻസൾട്ട് ചെയ്യണ്ട. എല്ലാത്തിനും ഒരു പരിധിയില്ലേ, കുറച്ച് ദിവസം കൂടിയല്ലേ അയാളോട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നീ എന്ത് അന്വേഷണം വേണേ നടത്തിക്കോ, വെറുതെ എന്റെ മാനം കൂടി നീ കളയാൻ നിൽക്കരുത്. അങ്ങനെ അമ്മ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷമാണ് ജെറിയെ കവിതാന്റെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായടാ? ശോഭ കുറച്ചു നേരത്ത് വിളിച്ചിട്ട് നിന്റെ റിയൽ നെയിം ജോമോൻ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ജെറി ദേഷ്യത്തില് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യണം. എന്തായാലും ഒരമ്മയ്ക്ക് മകളുടെ ഭാഗം ഒന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശോഭ കാറും എടുത്ത് നേരെ ജെറിയുടെ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ജെറിയുടെ ക്യാബിനേതാ? അങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ, ചിലപ്പോ പേര് ജോമോൻ സ്കറിയ എന്നായിരിക്കും. അങ്ങനെയും ഒരാളുള്ളതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓഫീസ് ഡെസ്കിൽ ഉള്ളിൽ അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ജെറി ദൂരെ നിന്ന് കിതച്ച് ഓടി വരുന്നത്. അല്ല ചേച്ചി എന്തിവിടെ? അത് ഞാൻ കുറച്ച് മൊയലിറച്ചി ഉണ്ടാക്കിയിരുന്നു, അപ്പൊ അത് തരാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഫുഡ് കൊടുത്തിട്ട്, അല്ല നീ എന്താ പുറത്തുനിന്ന് വരുന്നേ? ഞാനൊന്ന് വലിക്കാൻ വേണ്ടി പുറത്തു പോയതാ. അപ്പൊ ജെറി എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോ ശോഭ, ജെറിക്ക് കുഴപ്പമില്ലെങ്കിലേ ഞാനും ഒന്ന് ഉള്ളിലേക്ക് വരട്ടെ? ജെറി ജോലി ചെയ്യുന്ന സ്ഥലവും
സ്ഥലവും അതുപോലെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാലോ. അപ്പോൾ അതിനെന്താ. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശോഭ, ജെറി, ഇന്ന് ഞാൻ ജെറിയുടെ റൂം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാൻ കയറി. പറയാതെ കയറിയതിൽ ജെറിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് ദിവസമായാലും അടിച്ചുവാരിട്ട്, അതുകൊണ്ട് കയറിയതാ. ഒരു കുഴപ്പമില്ല. അല്ല, ജെറിയുടെ ശരിക്കുള്ള പേര് ജോമോൻ എന്നായിരുന്നല്ലേ? ഞാന് ആ റൂമിൽ നിന്നൊരു ഐഡിയ കിട്ടി, അതിൽ കണ്ടതാ. അതെ ചേച്ചി, എന്നെ വീട്ടിൽ വിളിക്കുന്നതാ ജെറിന്ന്. അങ്ങനെ ഉള്ളിലെത്തിയിട്ട്, ചേച്ചി ആ ഡെസ്കില് ഞാൻ ഇരിക്കുന്നേ, എന്നാൽ അവിടെ വേറെ കൊളീഗ്സിന് ആരെയും കാണുന്നില്ല. കൂടെ വർക്ക് ചെയ്യുന്നവരെവിടെ? അതാ ഞാനും നോക്കുന്നേ. അങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ 3 ആളുകൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ വിളിച്ച് ജെറി പരിചയപ്പെടുത്താണ്. അപ്പോൾ ശരിക്കും അവനിവിടെ ജോലിക്ക് തന്നെ വന്നതാ, വേറെ ദുരുദ്ദേശമൊന്നുമില്ല. മോൾക്ക് ചിലപ്പോൾ തോന്നുന്നത് തന്നെയായിരിക്കും. അങ്ങനെ രാത്രി അവള് ഫ്രഷായി കിടക്കാൻ നോക്കുമ്പോൾ പുറത്ത് എന്തോ പാട്ടിന് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ വാതിൽ തുറന്നു വരികയാണ്. നോക്കുമ്പോൾ അമ്മയും അച്ഛനും അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. അവൾക്കിപ്പോൾ 18 വയസ്സായില്ലേ. അപ്പൊ അമ്മയുടെ അച്ഛൻ, അല്ല നമുക്ക് ജെറിയെ കൂടെ ഒന്ന് വിളിച്ചാലോ, അവൻ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അമ്മയാണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അവളുടെ മൂഡ് സ്പോയിൽ ചെയ്യാതെ ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ കേക്കും കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാണ്. അവളോട് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ഫോണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്മ പറയുന്നുണ്ട്, വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മാത്രമേ സ്കൂട്ടി എന്നായിരുന്നില്ലേ അച്ഛൻ പറഞ്ഞേ. എന്നാല് ഓൾറെഡി അമ്മ പറഞ്ഞിട്ട് സ്കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ അവള് സ്നേഹത്തോടെ അമ്മയെ ഹഗ് ചെയ്യാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ, അപ്പൊ അച്ഛനില്ലല്ലേ, എന്തായാലും അച്ഛന്റെ ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞ ശേഷം മതി. ഞങ്ങളുടെ ആകെ സമ്പാദ്യമായിട്ടുള്ള ഈ ഒരു റോസ് വാലിയിലെ ഈ സ്വത്ത് മുഴുവൻ മോളുടെ പേരിലേക്ക് ഞങ്ങൾ മാറ്റാൻ പോവാണ്. അപ്പോൾ അവള് സ്നേഹത്തിലെ അച്ഛനെ ഹഗ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആ കാഴ്ച ജെറി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അല്ല, എന്താ എല്ലാവരും നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പോൾ ജോൺ ആണെങ്കിലേ ഇന്നലെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു, രാത്രി ലേറ്റ് ആയതുകൊണ്ടാ തന്നെ വിളിക്കാതിരുന്നേ. അപ്പോൾ ശോഭയാണെങ്കിലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ ജോണ്, അല്ല എന്താ കയ്യിലൊരു ഫയലൊക്കെ? അതെന്റെ റെസിഗ്നേഷൻ ഫയലാ. എന്റെ ഇവിടുത്തെ റിസർച്ച് ഏകദേശം തീരാനായി, 1-2 ദിവസത്തിൽ ഞാൻ തിരിച്ചു പോകും. അത് കേട്ടപ്പോൾ റോസ് പറയുന്നുണ്ട്, ഹാവോ ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അങ്ങനെ മകൾക്ക് ഒരു പുതിയ പേഴ്സും കുറച്ച് കയ്യിൽ പൈസയും അതുപോലെ പുതിയൊരു ഡെബിറ്റ് കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. നിന്റെ കൂട്ടുകാരിക്കുള്ളതൊന്നും മോക്കില്ല എന്ന് പരാതി പറയണ്ട. അപ്പോഴാണ് നമ്മുടെ ജെറിയിലെ ഓഫീസിലേക്ക് പോവാതെ നേരെ തിരിച്ച് ഫാമിന്റെ ഒരു സൈഡിലേക്ക് വരുന്നത്. എന്നിട്ട് ഫാമിന്റെ ഉള്ളിലൂടെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജെറി പോകുന്ന കണ്ടപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ വേലുവില്ലേ, അവനും ജെറിയുടെ പിന്നാലെ പോവാണ്. അങ്ങനെ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് രണ്ടുപേരും സിഗരറ്റ് വലിക്കുമ്പോൾ ജെറി പറയുന്നുണ്ട്, നമ്മുടെ ജോലി ഏകദേശം തീരുമാനമായി, എന്നാ തീരുമാനമായിട്ടില്ല. അപ്പോൾ വേലു ആണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഇനി എത്ര ദിവസം? ആദ്യം പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിലേ 2 ദിവസം കൊണ്ട് തീരേണ്ടതാ, പക്ഷേ ഒരു 2 ദിവസം കൂടി കൂടുതൽ പറഞ്ഞ് നിൽക്കേണ്ടി വരും. ഇനി ഞാനിവിടുന്ന് പോയാലും കുറച്ചു ദിവസം നീ ഇവിടെ തന്നെ നിൽക്ക്, പെട്ടെന്ന് ഇവർക്ക് സംശയം തോന്നാതിരിക്കാൻ. അപ്പോഴാണ് മകളെയും കൂട്ടി നടക്കാനിറങ്ങിയ ശോഭ അവരെ രണ്ടുപേരെയും കാണുന്നത്. അതേ സമയത്ത് വേലുവാണെങ്കിൽ രക്തം ചൊരിക്കാതെ കാര്യം നടക്കുമായിരിക്കുമല്ലേ. ചിലപ്പോ രക്തം ചൊരിച്ചാലേ നടക്കൂന്നാണെങ്കിലേ വേറെ എന്താ വഴി? അത് ചെയ്യന്നെ. ഓൾറെഡി ഒരു പൂച്ചയുടെ ചോര ചിന്തി. അപ്പോഴാണ് നമ്മുടെ റോസ് കരുതിയതും കണ്ടതൊക്കെ സത്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ദൂരെ നിന്ന് അവര് പറയുന്നൊന്നും നമ്മുടെ ശോഭക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പതിയെ ഫാമിന്റെ ഉള്ളിലൂടെ അവരുടെ പിന്നിലേക്ക് എത്തിയപ്പോൾ ജെറിക്ക് കാര്യം കത്തിയിട്ടുണ്ട്. ചേച്ചി, എനിക്ക് വലിക്കാനൊരു കമ്പനി കിട്ടിയപ്പോൾ പതിയെ ഇങ്ങോട്ട് മാറിയതാ. അങ്ങനെ മെല്ലെ അവിടുന്ന് മാറുമ്പോ നമ്മുടെ വേലുവില്ലേ ഒരു കത്തി നല്ല രീതിയിൽ ഷാർപ്പാക്കി വെക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടി എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത സീനിലെ റോസ് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോ അമ്മ വിളിച്ചിട്ട്, നീ ഇതെവിടെയാ? ഞാൻ അതിഥിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അവള് സ്പെഷ്യലായിട്ടൊരു കപ്പ് കേക്ക് ഒക്കെ തന്നിട്ടുണ്ട്, എന്തായാലും നീ വേഗം വാ. അപ്പോഴാണ് അവളുടെ പിന്നിലെ ആരോ വരുന്ന പോലെ അവൾക്ക് തോന്നുന്നത്. അവള് പേടിച്ച് അവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ സൈഡിലെ അയാളെ കാണുകയാണ്. വിറച്ച് ഓടി വീട്ടിലേക്ക് അമ്മയെന്ന് വിളിച്ച് കയറി വരുമ്പോൾ അവള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അതായത് ഇതും അവൾ കണ്ട സ്വപ്നം മാത്രമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ കലണ്ടർ നോക്കുമ്പോൾ അവൾക്ക് സമാധാനാവാണ്. കാരണം ജെറി ആ വീട്ടിൽ നിന്ന് ഇന്ന് പോകാൻ പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ റോസ് ജെറിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റിസർച്ച് കഴിഞ്ഞല്ലേ? റിസർച്ച് ഇന്നത്തോടെ തീർന്നു, ഇനി കുറച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിനിപ്പോൾ അവിടെ പോയിട്ട് അയച്ചു കൊടുത്താലും മതി. എന്നാല് ഞാൻ കരുതുന്നത് കുറച്ച് ദിവസം കൂടി നിന്നിട്ട് അതും കൂടി അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് ടെൻഷനൊക്കെ ഒഴിവാക്കി അങ്ങ് പോയാലോന്നാ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മതി കേട്ടോ. അപ്പൊ ആരും റെസ്പോണ്ട് ചെയ്യാതാണ്ടപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, 2-3 ദിവസത്തെ കാര്യമല്ലേ. അത് കേട്ടപ്പോ ജെറി ഹാപ്പി ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ചെലവ്, ഞാൻ വരുമ്പോ ഫുഡ് വാങ്ങിട്ട് വരാം. എന്നാൽ അമ്മയാണെങ്കിൽ
ആണെങ്കിൽ ഓൾറെഡി റോസിന് തന്റെ പൂച്ച മരണപ്പെട്ടത് ജെറി കൊണ്ടുവന്ന ഫുഡ് കാരണമാണെന്ന് സംശയമില്ലേ. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ ജോണ് നല്ല പോർക്ക് ഒലച്ചതുണ്ടാക്കുന്നു, അപ്പോൾ നമുക്ക് ഇന്ന് അത് ട്രൈ ചെയ്യാം. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. എന്നാൽ റോസിന്റെ സമാധാനം വീണ്ടും പോയിട്ടുണ്ട്. അപ്പോഴാണ് ജെറിയില്ലേ വല്യമ്മച്ചിയുടെ ഫോൺ എടുത്തിട്ട് ശോഭയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വല്യമ്മച്ചാണെങ്കിൽ മോളെ അവൻ ഇതുവരെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, കുറെ നാളെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിക്കുന്നു. 3 ദിവസം കൂടി അവനോട് നിൽക്കാൻ നിങ്ങൾ സമ്മതിച്ചല്ലോ. അതിനിപ്പോ എന്താ വെച്ചേ, ജെറിയുടെ റിസർച്ച് പേപ്പർ തീർന്നതിന് ഇവിടെ ഞങ്ങൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാ കുക്കിങ്ങില്. അങ്ങനെ വല്യമ്മച്ചോട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശോഭയ്ക്ക് ജെറിയുടെ മേലെ ഉണ്ടായിരുന്ന എല്ലാ സംശയം ഇല്ലാതെയാവാണ്. അതേ സമയത്ത് നമ്മുടെ റോസിലെ വീണ്ടും ജെറി ആ വീട്ടിൽ നിന്ന് പോകാനുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യാണ്. അപ്പോഴാണ് താഴെ നിന്ന് ആരോ വയലിൻ വായിക്കുന്ന ശബ്ദമുള്ള കേൾക്കുന്നത്. ഓടി താഴെ നോക്കുമ്പോൾ അത് നമ്മുടെ ജെറിയാണ്. അതും റോസിന്റെ ഏട്ടനായിരുന്ന അലൻ ഉപയോഗിച്ചിരുന്ന വയലിനെ. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും വല്ലാതെ എമോഷണൽ ആയി പോവാണ്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ? ഞങ്ങളുടെ മകൻ എപ്പോഴും വായിക്കുന്ന ടൂണായിരുന്നത്. ഒരിക്കലും ജെറി, നീ ഞങ്ങളെ വേദനിപ്പിച്ചതല്ല. എത്ര നാളിന് ശേഷം എന്റെ മോൻ വായിച്ച ടൂണ് കേൾക്കുന്നേ. അവനെ നേരിട്ട് കണ്ട പോലെ ഒന്ന് മനസ്സിൽ കരുതാൻ പറ്റുന്നേ. അങ്ങനെ ജെറിയോട് അവർ താങ്ക്സ് പറയാണ്. ആ കാഴ്ച കണ്ട റോസിന് ദേഷ്യം വന്നിട്ട് ഇനി ഒരിക്കലും ഒരു നിമിഷം പോലും അവനോട് നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജെറി നമ്മുടെ ജോണിനെ വണ്ടിയിലെ പാലെടുത്ത് വെച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഏകദേശം നാളെ ഞാൻ പോവും. അപ്പൊ ജോണും ആഹാ എന്നാ പിന്നെ വൈകുന്നേരം നമുക്കൊന്ന് കൂടിക്കളയാം. അങ്ങനെ വൈകുന്നേരമായപ്പോ അമ്മ റോസിനോട് നീ എന്തായാലും നഴ്സറി ക്ലോസ് ചെയ്തോ, ഞാനൊന്ന് മാർക്കറ്റ് പോയിട്ട് വരാം, നീ വരുന്നുണ്ടോ? അവളില്ലാന്ന് പറഞ്ഞപ്പോ എന്നാ നീ മോനെ നോക്ക്. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴാണ് നമ്മുടെ ജോണ് വണ്ടിയിലെ അച്ഛനെയും കൂട്ടിട്ട് വരുന്നത്. അങ്ങനെ ശോഭയും കൂട്ടിട്ട് അവര് വീട്ടിലേക്ക് വരുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് മോളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴാ ജോണിനെ കണ്ടേ. മോളിപ്പോ വീട്ടിലില്ലേ? അപ്പൊ അമ്മ വീട്ടിലേക്ക് വിളിച്ചിട്ട് മോളെ ഞങ്ങള് ഫാദർ അച്ഛനെ കൂട്ടിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു 5 മിനിറ്റിലെത്തും. അപ്പോ അവള് വീട്ടിൽ നിന്ന് പതിയെ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് ജെറിയുടെ റൂമിലേക്കാണ്. എന്നിട്ട് വാതില് തട്ടിക്കൊണ്ട് ജെറിയോട് വീട്ടിന്റെ ഉള്ളില് പാമ്പ്, വീട്ടില് അച്ഛനും അമ്മയില്ല, കുഞ്ഞ് അവൻ ഒറ്റക്കാളെ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാവോ? അപ്പൊ ജെറിയും നിന്റെ അടവൊന്നുമല്ലല്ലോ. അങ്ങനെ കയ്യിലൊരു സ്റ്റിക്കുമായിട്ട് ആ വീട്ടിലെവിടെയാ പാമ്പ് നോക്കുമ്പോ അവള് കണ്ട ഭാഗത്തില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ? അപ്പോ അവൻ ഉള്ളിലേക്ക് നോക്കാൻ പോകുമ്പോ റോസ് പുറത്തേക്ക് അച്ഛനെയും അമ്മയും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുമ്പോ ജെറിക്ക് സംശയം തോന്നിട്ട്, എവിടെയാടേ നീ പറഞ്ഞ നിന്റെ പാമ്പ്? ഇത്രയും നേരം അകത്തുണ്ടായിരുന്നു, ഇപ്പോ ഈ വഴിയെ പൂച്ച പോയില്ലേ അതുപോലെ പോയതാ. അപ്പൊ ചെറിയ നിന്റെ അടവൊക്കെ കയ്യിൽ വെച്ചിട്ട് നിന്റെ ഉദ്ദേശം എന്തെന്ന് പറയടി, മര്യാദക്ക് നിൽക്കുന്നതാ നിനക്ക് നല്ലത്. അങ്ങനെ അവളുടെ കൈ പിടിച്ചു വെക്കുമ്പോ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവളുടെ അമ്മയും അച്ഛനും പള്ളിയിലെ അച്ഛനും അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ജെറിയാണെങ്കിൽ അവൾ അഭിനയിക്കുക, വീട്ടിൽ പാമ്പ് കയറിയെന്ന് പറഞ്ഞിട്ടാ എന്നെ വിളിച്ചുകൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞത് സത്യ, ഇവിടെ പാമ്പുണ്ടായിരുന്നു, ആ പാമ്പ് അതിലെ പുറത്തേക്ക് പോയതാ. എന്നാൽ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ അയാൾ എന്നെ ചീത്ത പറഞ്ഞു. അവസാനം എന്റെ കൈ പിടിച്ച്. അപ്പൊ ചെറിയ അല്ല അങ്ങനെയല്ല, അവൾ എന്നെ അടിക്കാൻ വന്നപ്പോഴാ ഞാൻ കൈ പിടിച്ചു വെച്ചേ. അപ്പൊ ജോണാണെങ്കിൽ മോളെ റിലാക്സ് ആവ്, നിന്നെ കണ്ടിട്ട് സംസാരിക്കാനാ പള്ളിയിലെ അച്ഛൻ ഇവിടെ വരെ വന്നേ, ചെല്ല് ഉള്ളിൽ പോയി സംസാരിക്കേ. എന്നിട്ട് അച്ഛന് ചെറിയ മനസ്സിലായില്ലേ, അന്ന് ഞാൻ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടായിരുന്നു. ജെറിക്ക് വല്ലാതെ ഷെയ്മകേടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ അച്ഛനോട് റോസ് തന്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ശോഭയോടും ജോണോടും ചോദിക്കുന്നുണ്ട്, അവന്റെ സ്വഭാവം തീരെ ശരിയല്ലെന്നാണല്ലോ കൊച്ചു പറയുന്നത്. ഒരു ദിവസം അവളുടെ വായ അവൻ കയറി പിടിച്ചായിരുന്നു. കൊച്ചിന്റെ ദേഹത്തൊക്കെ തൊട്ട് കളിക്കാന് അവൻ ആരാ? അവളിപ്പോ വളർന്ന് വലുതായ കൊച്ചാ, പഴയ പോലെയല്ല. അവൻ വന്ന ജോലിയൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെയും അവൻ കുറ്റിയടിച്ച് എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? നിങ്ങള് അനുവാദം കൊടുത്തിട്ടല്ലേ? എന്റെ പൊന്ന് ജോണെ, ശോഭെ, നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. എന്തെങ്കിലും ചീത്തപ്പേര് കുടുംബത്തിൽ വരുന്നതിന് മുൻപ് സമാധാനത്തില് സമന്വയിപ്പിച്ച് അവനോട് സംസാരിച്ചവനെ പറഞ്ഞുവിട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യേ. അപ്പൊ ശോഭയും അങ്ങനെ തന്നെ ചെയ്യാച്ച. അപ്പൊ ജോണ് ജെറിയെ വിളിപ്പിച്ചിട്ട്, അല്ല ജെറി തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അവിടെ പോയിട്ട് എന്തോ മെയിൽ വഴി അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ജെറിക്ക് പോയിക്കൂടെ? ദേഷ്യം ഉണ്ടായിട്ടല്ല, അച്ഛൻ ഇന്ന് വന്ന് സംസാരിച്ചപ്പോ അച്ഛനും അങ്ങനെയാ പറയുന്നേ. അങ്ങേര് കണ്ടുകൊണ്ട് വന്നതും അതല്ലേ. ചിലപ്പോ എന്റെ മകള് റോസിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റുണ്ടാവുക. പക്ഷേ പാരന്റ്സ് എന്ന നിലയിൽ നമുക്കിതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ചെറിയും ഞാൻ നാളെ തന്നെ പോയിക്കോളാം, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ശോഭയും നാളെ ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് പോയിക്കളയാം. പിന്നെ കവിതയോട് ഈ കാര്യം പറയണ്ട. അപ്പോൾ ജെറിയും അതിന് സമ്മതിക്കുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ റോസിന് വല്ലാതെ സമാധാനമാകുന്നുണ്ട്. കാരണം അവൾ പ്ലാൻ ചെയ്തത് കറക്റ്റ് വർക്കായി. ഇനിയിപ്പോ ജെറിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആ കാര്യം തന്റെ ഫ്രണ്ട് ആദിത്യക്ക് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ജെറി പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ റോസിനോട് കഴിഞ്ഞ ദിവസം സംഭവിച്ചതിന് എന്നോട് ക്ഷമിച്ചേക്കെന്ന് സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശോഭയോടും ജോണിനോടും ടാറ്റയും പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവന്റെ കൂട്ടാളി വേലുവിനെ ഒന്ന് നോക്കിയിട്ട്
എന്തോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവര് കുറച്ചു ദൂരം ഒന്നിച്ച് ട്രാവൽ ചെയ്ത് പിന്നീട് ജെറി തിരിഞ്ഞ് അവന്റെ നാട്ടിലേക്കും റോസും ഫാമിലിയും ടൗണിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവന് വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് പോരെ. അത് കേട്ടപ്പോൾ റോസിന് വല്ലാതെ സമാധാനമാണ്. അങ്ങനെ റോസിനോട് ഉറപ്പ് പറഞ്ഞ പോലെ അവൾക്ക് സ്കൂട്ടിയും ഡെലിവറി എടുത്തിട്ട് കാറിൽ പിന്നാലെ അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ അമ്മ മോളോട് ചോദിക്കുന്നുണ്ട്, മോളെ വീട്ടില് അവൻ ഓടിക്കാൻ നീ ഏത് പാമ്പിനെ കയറ്റിയേ? അപ്പോൾ അവള് ചെയ്തതൊക്കെ അമ്മക്ക് മനസ്സിലായെന്ന് അവൾക്ക് ഉറപ്പായപ്പോ ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനിയിപ്പോ ഒരു സ്ട്രേഞ്ചറെയും അവള് പേടിക്കണ്ട. അങ്ങനെ പതിയെ പതിയെ അവള് സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനോട് ഇനി അലന്റെ റൂമില് ഒരു പേയിങ് ഗസ്റ്റിനെയും സ്റ്റേ ചെയ്യിപ്പിക്കണ്ട, എന്റെ കുഞ്ഞനിയൻ വലുതാകുമ്പോ അവനായിട്ട് നമുക്ക് ആ റൂം കൊടുക്കാം. അങ്ങനെ അച്ഛനോടും അമ്മയോടും പ്രോമിസ് ചോദിക്കുമ്പോൾ അവരും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ കുറെ നാളായിട്ട് റോസ് പള്ളിയിലേക്കേ പോകാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ അച്ഛൻ കാരണമാണ് തന്റെ ലൈഫിലെ ടെൻഷനൊക്കെ ഇല്ലാതായത്. അങ്ങനെ അവള് സമാധാനമായിട്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പള്ളിയിൽ പോവാണ്. ആ ഒരു സന്തോഷത്തോടെ ഡോക്ടറെ കാണാൻ വന്നപ്പോ ആഹാ ഇപ്പോ പഴയ ആളെയല്ലോ, നിന്റെ പഴയ പേടിയോടൊക്കെ നീ ഫൈറ്റ് ചെയ്ത് ജയിച്ചും തോന്നുന്നു. അങ്ങനെ കുറെ നാളത്തെ സമാധാനത്തിന് ശേഷം ഒരു രാത്രി പെട്ടെന്ന് അവള് പുറത്ത് ആരെയോ കാണുകയാണ്. അതായത് ആ ഒരു പേടി വീണ്ടും അവളെ ഫോളോ ചെയ്യുന്ന പോലെ. ഇപ്പോ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവളെ പേടിച്ച പോലെ തന്നെ ജെറി വീണ്ടും തിരിച്ച് അവളുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. ഇവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് ഇന്ന് റോസിന്റെ ഏട്ടനായിരുന്നു അലൻ മരണപ്പെട്ട ഓർമ്മ ദിവസമാണ്. അപ്പോ അവന്റെ കല്ലറയുടെ അരികിൽ പോയിട്ട് അവന് വേണ്ടി കുടുംബ സമേതം പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ കുറെ ദൂരം നിന്ന് നമ്മുടെ ജെറിയും കൂട്ടാളി വേലും കൂടി വണ്ടിയിലിരുന്ന് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ വണ്ടി എടുത്തവിടുന്ന് പോകുമ്പോ നമ്മുടെ ജോണിലെ ഭാര്യ ശോഭയോട് പറയുന്നുണ്ട്, നീ കാറെടുത്ത് വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതും തീർത്തിട്ട് ഞാൻ വരാം. അവര് പോയി കഴിഞ്ഞപ്പോ ജോണിന്റെ മുഖത്ത് എന്തോ ഒരു ഭാവ വ്യത്യാസമുണ്ട്. അങ്ങനെ പള്ളിയുടെ ശവപ്പറമ്പിന്റെ പുറത്തായിട്ട് നിർത്തിവെച്ച വേറൊരു കാർ എടുത്തിട്ട് ജോണ് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോ അയാളുടെ പിന്നാലെയാണ് നമ്മുടെ ജെറിയും വേലുവും പോകുന്നത്. അങ്ങനെ ഫാം ഹൗസിന്റെ കുറച്ച് ദൂരെയുള്ള ഒരു പഴയ ബിൽഡിങ്ങിനുള്ളിലിരുന്നിട്ട് ജോണ് എന്തൊക്കെയോ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലേറ്റായിട്ട് ജോണ് വീട്ടിലേക്ക് എത്തിയപ്പോ മോള് റോസിൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ പോയതാ? എന്റെ 1-2 ഫ്രണ്ട്സിനെ കാണാൻ പോയതാ. അപ്പൊ ശോഭ, അല്ല ഏത് ഫ്രണ്ട്സ്? എന്റെ എത്ര ഫ്രണ്ട്സിനെ നിനക്കറിയാം ശോഭ. അങ്ങനെ കുഞ്ഞിനെയും അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ്. എന്നാൽ ശോഭയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ഫ്രണ്ട്സിനെയും അങ്ങേര് കണ്ടിട്ടുമില്ലല്ലോ. ജോൺ എന്തിനാ കളവ് പറയുന്നതെന്നും നമുക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ ഉറങ്ങാൻ കിടത്തിയിട്ട് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് റോസ് അവളുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഉറങ്ങാൻ കിടന്ന് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോ കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ട പോലെ ഏതോ ഒരു അജ്ഞാതനില്ലേ ആ വീടിന്റെ മതില് ചാടി ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേറ്റ് എന്താ ശബ്ദം കേട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ആരുമില്ല. അങ്ങനെ വായിച്ചോണ്ടിരുന്ന ബുക്ക് ഷെൽഫിൽ വെച്ച് തിരിയുമ്പോഴാണ് പിന്നിലെ ആ ഒരു മുഖംമൂടി കത്തിയുമായിട്ട് അവളെ കൊല്ലാൻ വരുന്നേ. അവളെ പേടിച്ചു വരച്ച് അമ്മയെ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അവരുടെ റൂമിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അമ്മേ അച്ഛ അവിടെ ആരും ഉണ്ട്. അപ്പൊ അമ്മയാണെങ്കിലേ ജോണെ ഒന്ന് പോയി നോക്ക്. അങ്ങനെ അച്ഛൻ മുകളിലേക്ക് പോയപ്പോഴാണ് മുകളിലെ ആ ഒരു അജ്ഞാതനിലെ അച്ഛനുമായിട്ട് ഫൈറ്റ് ആവാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛന്റെ അലറിച്ച ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ സ്റ്റെയർ ഇറങ്ങിയിട്ട് ആ ഒരു മുഖംമൂടി നേരെ വരുന്നത് റോസിന്റെയും അമ്മ ശോഭയുടെ അരികിലേക്കാണ്. അപ്പോഴാണ് അവൻ ആരാണ് നമ്മൾ കാണുന്നത്. റോസ് ഭയപ്പെട്ട പോലെ തന്നെ ജെറി തന്നെയാണത്. അവൻ പാഞ്ഞു വന്ന് റോസിനെ പിടിക്കാൻ നോക്കുമ്പോ അമ്മ തടുക്കാൻ നോക്കുകയാണ്. അപ്പോ അവരെ അടിച്ചു താടിട്ടിട്ട് റോസിനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് ചുമലിട്ട് കൊണ്ടുപോവാണ്. അപ്പോ റോസേന്ന് വിളിച്ചിട്ട് അമ്മ പിന്നാലെ വരുമ്പോ നമ്മുടെ വേലില്ലേ അമ്മയുടെ ക്രോസ് വന്നിട്ട് അവരെ തടയാൻ നോക്കുകയാണ്. എന്നാല് അവനെ തട്ടി മാറ്റി അവര് കുതിര ഓടുന്നുണ്ട്. അതേസമയത്ത് ജെറി നമ്മുടെ റോസിന്റെ അടുത്ത് പോകുമ്പോ ഏതോ ഒരുത്തനില്ലേ ജെറിയെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. റോസ് തെറിച്ച് ദൂരേക്ക് വീഴാണ്. അതേസമയത്ത് വേലു റൂം ലോക്ക് ചെയ്തിട്ട് ശോഭയെ കുടുക്കിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ നേരേക്ക് പോകുമ്പോഴാണ് മുകളിൽ നിന്ന് മുറിവ് പറ്റിയ അവളുടെ അച്ഛൻ താഴേക്ക് വരുന്നത്. അപ്പൊ അച്ഛാന്ന് വിളിച്ച് അവള് ഓടിപ്പോയിട്ട് ജോണിനെ കെട്ടിപ്പിടിക്കുമ്പോ പെട്ടെന്ന് ജോണില്ലേ തന്റെ മകളെ വായ പൊത്തി ലോക്ക് ചെയ്ത് ദൂരേക്ക് തള്ളിവിടുകയാണ്. അവൾക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവളുടെ അമ്മ ശോഭയിലെ വേലുവിനെ തലക്കൊരു ബോട്ടിലും വെച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ റോസിന്റെ അച്ഛൻ ജോണില്ലേ കുറച്ചു നേരത്തെ ജെറി അടിച്ചിട്ട് കൂട്ടാളിയോട് എന്തോ ആംഗ്യം കാണിക്കുമ്പോൾ അവൻ കത്തിയുമായിട്ട് അവളുടെ നേരേക്ക് വരികയാണ്. അപ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഡാ എന്താടാ? അത് കേട്ടപ്പോ റോസ് സമാധാനത്തില് അമ്മയെന്ന് വിളിച്ചിട്ട് അരികിലേക്ക് ഓടിപ്പോവാണ്. എന്നാല് അടുത്തെത്താനായപ്പോ റോസിന്റെ മുഖത്തൊന്ന് കൊടുത്തിട്ട് അവളെ അടിച്ച് താഴെയിടാണ്. അല്ല അച്ഛനും അമ്മയും അവളോട് എന്താ ചെയ്യുന്നത് അവൾക്കും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. അപ്പോ ആ ഒരു അജ്ഞാതനില്ലേ അവൻ ആ കത്തിയുമായിട്ട് അവളുടെ നേരേക്ക്
അവൾ ഇല്ലാതാക്കാൻ വരികയാണ്. അങ്ങനെ ആ കത്തി വീശാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ജെറിയില്ലേ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ നെഞ്ചത്ത് ബുള്ളറ്റ് ഇറക്കുന്നുണ്ട്. റോസിനൊന്നും മനസ്സിലാവുന്നില്ല. അവള് അമ്മയെ നോക്കിയിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ജെറി അല്ല, അത് നിന്റെ അമ്മയല്ല. അപ്പോഴാണ് റോസ് ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് അലൻമോനാണെന്നും അതുപോലെ അലൻമോൻ മരിച്ചത് വെറുതെ ആവില്ലാന്നും ശോഭ പറയുന്നതും പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്കും നമ്മൾ കാണുന്നത്. അതായത് ജെറി ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഹയർ ഓഫീസേഴ്സ് ജെറിയെ വിളിപ്പിച്ചിട്ട് ജോണിന്റെയും റോസിന്റെയും ഫോട്ടോ കാണിച്ച് ഇവർ രണ്ടുപേരും 2-3 ക്രൈമുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നല്ല രീതിയിലുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. ആനയിറങ്ങി എന്ന സ്ഥലത്ത് ഒരു ഫാം നടത്തിയാണ് ഇവർ ജീവിക്കുന്നത്. നമ്മുടെ പ്രധാന സസ്പെക്ട് ഇവരാണ്. അങ്ങനെ ഡിവൈഎസ്പി ജെറിക്ക് അവരുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 18 വർഷങ്ങൾക്ക് മുൻപ് ആനയിറങ്ങിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം. അവിടുത്തെ കുറെ വർഷത്തെ ജോലിക്കാരിയായിരുന്നു ഈ ശോഭ. കുറെ വർഷമായിട്ട് ആ വീട്ടിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഒരംഗമായിട്ട് തന്നെയാണ് കുടുംബാംഗങ്ങള് എല്ലാവരും കണ്ടിരുന്നത്. ആ സമയത്ത് ഈ ജോണ് അവിടെ ഒരു സായിപ്പിന്റെ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് പലപ്പോഴും ശോഭയെ കണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായതാണ്. അവരുടെ ഇഷ്ടം ആ ഒരു കുടുംബം തന്നെ അറിഞ്ഞിരുന്നു. അങ്ങനെ അവര് തന്നെ മുൻകൈ എടുത്തിട്ടാണ് കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ആ കുടുംബത്തിലെ ഏക മകളും ശോഭയുടെ കൂട്ടുകാരിയുമായിരുന്ന ഏഞ്ചൽ ആയിരുന്നു. ശോഭയ്ക്കും ജോണിനും അലൻ എന്ന ഒരു ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ ഏഞ്ചലിനും ഭർത്താവിനും ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. അവളുടെ പേരായിരുന്നു റോസ്ലി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചെറിയ കൈക്കുഞ്ഞായിരുന്ന റോസ്ലിയെ ശോഭയുടെ കയ്യിലേൽപ്പിച്ചിട്ട് അവളുടെ അമ്മ ഏഞ്ചലും അച്ഛനും കൂടി പള്ളിയിലേക്ക് പോയതാണ്. പോകുന്ന വഴിക്ക് അവിചാരിതമായിട്ട് ഒരു അപകടമുണ്ടാവുകയും അതിലെ 2 പേരും മരണപ്പെടുകയും ചെയ്തു. ആ കുടുംബത്തിലെ 3 പേരും ആ ആക്സിഡന്റിൽ മരണപ്പെട്ടെങ്കിലും ഏഞ്ചല് ഹെഡ് ഇഞ്ചുറിയോടുകൂടി മരണത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ തന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ തന്റെ മരണവും ഏകദേശം ഉറപ്പായപ്പോൾ ഏഞ്ചല് അവളൊരു തീരുമാനം എടുക്കുകയാണ്. അവൾ ആ മരണക്കിടക്കയിൽ വെച്ചിട്ട് അവളൊരു വിൽപ്പത്രം ഉണ്ടാക്കുകയാണ്. താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ സ്വത്ത് വകകളെല്ലാം തന്റെ മകള് റോസ്ലിക്ക്. എന്നാൽ അവൾക്ക് 18 വയസ്സാവുന്നവരെ അവളുടെ എല്ലാ കാര്യങ്ങളും സ്വത്ത് നോക്കി നടത്താനുള്ള അവകാശവും തനിക്ക് ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള തന്റെ മകളെ സ്നേഹത്തോടെ വളർത്തുന്ന ശോഭയ്ക്ക്. ഇനിയിപ്പോ 18 വയസ്സ് ആവുന്നതിന് മുൻപ് തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിലെ എല്ലാ സ്വത്തും അവൾക്കറിയാവുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ശോഭയെ ആ സ്വത്തുക്കളുടെ അധികാരിയാക്കിയതും അതുപോലെ റോസ്ലിന്റെ അമ്മയാക്കിയതും ഏഞ്ചൽ എഴുതിയ ആ ഒരു വിൽ പത്രമായിരുന്നു. എന്നാൽ ഏഞ്ചല് കണക്ക് കൂട്ടിയത് തെറ്റായിരുന്നു. അവളെ വിശ്വസിച്ചേൽപ്പിച്ച ശോഭ ഏഞ്ചലിന്റെ മരണം കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പതിയെ ഏഞ്ചല് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ശോഭ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് തന്റെ കയ്യിൽ കിട്ടിയ സ്വത്തും സൗഭാഗ്യമൊക്കെ കൈവിട്ടു പോകുന്നത് അവൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ജോണും ശോഭയും കൂടി ഏഞ്ചലിനെ ആ വീട്ടിൽ വെച്ച് തന്നെ ഇല്ലാതെയാക്കുകയാണ്. ആ സംഭവത്തിന് ശേഷമാണ് അവര് ആ നാട്ടിൽ നിന്ന് ഇപ്പൊ താമസിക്കുന്ന ആനയിറങ്ങ് എന്ന ഈ ഒരു സ്ഥലത്തിലേക്ക് വരുന്നത്. ഒരു പുതിയ തുടക്കത്തിനായിട്ട്. അതും അവരുടെ പേരിലുള്ള അതേ സ്വത്തുക്കൾ തന്നെയായിരുന്നു. ഇപ്പോ ഒരു കുടുംബം പോലെ അവരുടെ 2 മക്കളാണ് അലനും റോസ്ലി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ അവർ ജീവിക്കാൻ തുടങ്ങി. ഈ റോസ്ലിന് ഇപ്പോൾ 17 വയസ്സായി. റോസ്ലിന് അറിയില്ല അവളുടെ കൂടെയുള്ളത് അവളുടെ അച്ഛനും അമ്മയും അല്ലാന്ന്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ലീഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ റോസ്ലിന് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവള് ഉറപ്പായിട്ടും കൊല്ലപ്പെടും. അവളുടെ പേരുള്ള സ്വത്തുക്കള് ശോഭയും ജോണും അവരുടെ കയ്യിലാക്കും. അപ്പോൾ ജെറി ചോദിക്കുന്നുണ്ട്, സാറേ ബുദ്ധിമുട്ടില്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? അത് വാലിഡിറ്റി ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. അതിന്റെ ജെന്യൂനിറ്റി ഒന്ന് ചെക്ക് ചെയ്യാനും കൂടിയാണ് ജെറിയെ ഈ ദൗത്യം ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പാസ് ചെയ്ത് തന്നത് ഒരു ലേഡിയാണ്, സിസ്റ്റർ ആയിരുന്ന മേരി. അതുകൊണ്ട് തന്നെയാണ് മേരിയെ കാണാൻ പലപ്പോഴും ജെറി പോയിരുന്നതും. ഒരിക്കൽ മേരി നേരിട്ട് വന്നിട്ട് നമ്മുടെ ഹയർ ഓഫീസറിനോട് കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. ഈ മേരി ആനയിറങ്ങ് എന്ന സ്ഥലത്തെ പള്ളിയിലെ ഒരു കന്യാസ്ത്രീയായിരുന്നു. അവിടെ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളുമായിട്ട് അവർ പ്രണയത്തിലായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മേരി അവളുടെ കന്യാസ്ത്രീ പട്ടേക്ക് ഒഴിവാക്കിയിട്ട് അവര് രഹസ്യമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് ഒരു പരാതിയുമായിട്ട് അവൾ സ്റ്റേഷനിലേക്ക് വരുന്നത്. അവളുടെ ഭർത്താവിന്റെ പേര് ആന്റണി എന്നായിരുന്നു. അപ്പോഴാണ് ആന്റണി ആരാണ് നമ്മൾ കാണുന്നത്. അതായത് ഏഞ്ചലിനെ ഇല്ലാതാക്കിയ ശേഷം ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനും ആ ഒരു ക്രൈമിലൊക്കെ ജോണിനെ ഹെൽപ്പ് ചെയ്യാനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നിഴല് പോലെ ക്രൈം പാർട്ട്ണറായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയ മേരിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അയാളുടെ കടുത്ത മനസ്സിലെ പതിയെ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ലൊരു സമാധാനത്തോടുള്ള ജീവിതം അയാളും ആഗ്രഹിച്ചു. റോസ്ലിന് 18 വയസ്സായി കഴിഞ്ഞാൽ ശോഭയ്ക്കും ജോണിനും കിട്ടാൻ പോകുന്ന ആ ഒരു വലിയ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം ആന്റണിക്കും തന്റെ ഭാര്യ മേരിക്കും കിട്ടുന്ന അവൻ സന്തോഷിക്കാൻ തുടങ്ങി. അത്രത്തോളം ശോഭയും ജോണിനെയും ആന്റണി വിശ്വസിച്ചിരുന്നു. എന്നാൽ ശോഭയ്ക്കും ജോണിനും എല്ലാമായിരുന്നത് അവരുടെ ഏക മകനായിരുന്ന സ്വന്തം രക്തത്തിൽ പിറന്ന അലനായിരുന്നു. അവന് വേണ്ടിയായിരുന്നു അവരുടെ ഈ ഒരു ക്ഷമയും
ചതിയും അധ്വാനമല്ലോ. എന്നാല് ജനങ്ങളുടെ മുമ്പിലെ മകനെയും മകളായ റോസ്ലിനെയും തുല്യമായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് അവർ കാട്ടിക്കൂട്ടായിരുന്നു. കാരണം തന്റെ മകന് കിട്ടാൻ പോകുന്ന അനന്തമായിട്ടുള്ള സ്വത്തിനു വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിരുന്നു റോസ്ലിൻ. എന്നാൽ ഒരു ദിവസം അവരുടെ എല്ലാം പ്രതീക്ഷകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അലൻ മരണപ്പെട്ടു. അതാണെങ്കിൽ മുങ്ങി താഴ്ന്ന് മരണത്തോടടുത്ത റോസ്ലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്റെ മകന്റെ വിയോഗം അവരുടെ പദ്ധതികളെ മുഴുവൻ തകിടം മറിച്ചു. പ്രത്യേകിച്ച് ശോഭയുടെ. പതിയെ ശോഭയുടെ മാനസിക നില തന്നെ തെറ്റാൻ തുടങ്ങി. മനസ്സിന്റെ താളം തെറ്റാൻ തുടങ്ങി. അതിനുപരി അലൻ മരിക്കാനുള്ള കാരണക്കാരി റോസ്ലിനാണെന്നുള്ള ആ ഒരു ചിന്ത പലപ്പോഴും ഒരു ഭ്രാന്തിന്റെ ഘട്ടത്തിലേക്ക് അവൾ എത്തിച്ചു തുടങ്ങി. പല തെറാപ്പികളും ചെയ്തു നോക്കിയിട്ടും ഒരു ഫലവും കണ്ടില്ല. ആ തെറാപ്പികളൊന്നും അവളുടെ ഉള്ളിലുള്ള ആ പകയെ ഒരണ പോലും അണക്കാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെ മേരി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. റോസ്ലിന് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ പിന്നെ അടുത്തത് വരുന്നത് അവരുടെ മകൻ അലന്റെ ഓർമ്മ ദിവസമാണ്. അന്ന് അവളെ ഇല്ലാതെയാക്കാനാണ് അവരുടെ പദ്ധതി. ആ ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ അവര് പറഞ്ഞത് എന്റെ ഭർത്താവ് ആന്റണിയോടായിരുന്നു. എന്നാല് ആന്റണി ജോണിനോടും ശോഭയോടും അല്ല നിങ്ങൾ പറയുന്നത് അവളെ കൊല്ലാനാണോ? അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? നമുക്ക് കിട്ടാനുള്ളതൊക്കെ കയ്യിലാക്കിയാ പോരെ. ഇത്ര വലിയൊരു മഹാപാപം അതിന്റെ പാപഭാരം പേര് ജീവിക്കണ്ടേ? അപ്പൊ ശോഭ പാപഭാരം എന്നുള്ള വാക്കൊക്കെ ആന്റണിക്ക് അറിയാലേ. അതിനു മാത്രം കുറ്റബോധവും പേറിയിട്ടായിരുന്നു ഇത്രയും കാലം ആന്റണി ജീവിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടല്ലല്ലോ ആന്റണി ഇതുപോലൊരു കാര്യം കേൾക്കുന്നതോ ചെയ്യുന്നതോ. 18 വർഷം മുമ്പ് ഏഞ്ചലിനെ ഇല്ലാതാക്കിയപ്പോ ഇങ്ങനെ ഒരു മുഖഭാവം കണ്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താ? അന്ന് അതിന് കൂട്ടുവന്നുകൊണ്ട് ആന്റണിക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടിയല്ലോ. ഇന്നിനിപ്പോ ഇതിന് കൂട്ടുവന്നു കഴിഞ്ഞാല് പുതുതായിട്ട് അധികമൊന്നും കിട്ടില്ല എന്ന് കരുതുന്നുണ്ടായിരിക്കും പുതിയ കുറ്റബോധമൊക്കെ വരുന്നത്. അപ്പൊ ശോഭ താനൊരു കാര്യം കേട്ടോ, എനിക്ക് ഇന്നും അന്നും ഒരു പാപഭാരം ഉണ്ടായിട്ടില്ല. ഈ റോസ്ലിന്റെ അമ്മ ഏഞ്ചൽ ഉണ്ടല്ലോ, അവളും ഞാനും ഒന്നിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചതാ. അന്ന് പഠിക്കാനൊക്കെ ഞാനായിരുന്നു അവളെക്കാളും മുമ്പിലുണ്ടായിരുന്നത്. അന്ന് ആ കുടുംബത്തിലെ ജോലി മൊത്തം എൻ്റെ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാനും നോട്ട് എഴുതാനും എല്ലാത്തിനും എന്നെ അവളുടെ അരികിൽ പിടിച്ചിരുത്തും. ഒന്നിച്ച് അവളുടെ റൂമിലെ അവളുടെ സ്വന്തം കട്ടിലിലെ. ഒരിക്കലും ഒരു ജോലിക്കാരുടെ മോളെ പോലെ എന്നെ കണ്ടിട്ടോ അവള് പെരുമാറിയിട്ടുമില്ല. എന്നാ എൻ്റെ അമ്മ മരണപ്പെട്ട ശേഷം ആ കുടുംബത്തിലെ ജോലി മുഴുവൻ എൻ്റെ തലയിലായി. എൻ്റെ പഠിത്തം നിന്നു, സ്വപ്നങ്ങള് ഇല്ലാതെയായി. അതൊക്കെ ഞാൻ പോട്ടേന്ന് വെച്ചു. ചിലപ്പം യോഗ അങ്ങനെയായിരിക്കും. എന്നാല് അന്ന് വരെ എന്നോട് ഇടപഴകിയിരുന്ന ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. അവളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവളുടെ കൂടെ അവളുടെ റൂമിലോ അവളുടെ കട്ടിലോ അവളെ ഇരുത്തിയിട്ടുമില്ല. എപ്പോഴും വേലക്കാരിയായിട്ട് അവരെ മുതലാളിമാരായിട്ട്. ആ മുതലാളിച്ച് ഏഞ്ചലിനെ ഒരു പുതിയ ശരീരഭാഷ സ്വഭാവം കാണാൻ തുടങ്ങി. എന്നാൽ എനിക്ക് അത് കണ്ടു കഴിഞ്ഞാല് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ റോസ്ലിനില്ലേ, ഏഞ്ചലിന്റെ മോളല്ലേ, പതിയെ അവളുടെ അതേ ഛായ അവൾക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അലൻ മോൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മരണപ്പെട്ടെ. അതൊരിക്കലും വെറുതെ ആവില്ല. അവന്റെ മരണത്തിന് ഉത്തരം പറയാതെ ഒരു പാപത്തിന്റെ പങ്ക് പറ്റാന്ന് ആരും കരുതും വേണ്ട. അപ്പോ ആ ഒരു കാര്യം മേരിയോട് പറഞ്ഞപ്പോ ആന്റണി ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. ഇങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് വേണ്ട. മേരി ഒരു നണ്ണായിരുന്നില്ലേ. അപ്പൊ ആന്റണി ആണെങ്കിൽ അതിന് ഞാനൊന്നും ചെയ്യണ്ട, എല്ലാം അവര് ചെയ്തോളും, ഞാനൊന്ന് മിണ്ടാതെ കണ്ണടച്ച് നിന്നാ മതി. അപ്പൊ മേരി ആണെങ്കിൽ ആന്റണി ഇത് വേണ്ട, അങ്ങനെ കളയാൻ പറ്റോ? ഇതുവരെ നമുക്ക് തരാനുള്ളതൊന്നും ഇതിന് നമ്മൾ കൂട്ടു നിന്നിട്ടില്ലെങ്കിൽ അവർ തരില്ല. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴിയായത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഷെയറും വാങ്ങിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. പിന്നെ അവരുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. അങ്ങനെ അന്ന് രാത്രി ആന്റണി വീട്ടിൽ നിന്ന് പോയതാണ്. ഇപ്പോ 2 മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു വിവരവുമില്ല. അപ്പോഴാണ് കവിതയെ നമ്മുടെ ഹയർ ഓഫീസർ കാണിച്ചു കൊടുക്കുന്നത്. ജെറി, നിനക്ക് ഒരു പരിചയമില്ലേ? അതെ, എന്റെ ഫാമിലി ഫ്രണ്ടാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. കവിത ശോഭയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോ കവിത ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് അവരുടെ വീട്ടിൽ കയറിപ്പറ്റാം. അങ്ങനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജെറിയിലെ ആ കുടുംബത്തിൽ കയറിപ്പറ്റിയത്. അങ്ങനെ അവരെ കൂടെ നിന്നിട്ട് അവരുടെ എല്ലാ നീക്കങ്ങളും ശരിക്ക് വാച്ച് ചെയ്യായിരുന്നു. ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഒന്ന് ഉറപ്പിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഫാമിൽ വെച്ചിട്ട് ജെറിയുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നില്ലേ, വേലു. അവൻ ആരാന്ന് വെച്ചാല് നമ്മുടെ ജെറിയുടെ അസിസ്റ്റന്റ് പോലീസാണ്. അങ്ങനെ ശോഭ ആദ്യം സ്റ്റേ ചെയ്തിരുന്ന ഏഞ്ചലിന്റെ കുടുംബ വീട് അവര് എഴുതി വെച്ചിരുന്ന ആ ഒരു വിൽപത്രം എല്ലാം ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ മേരി പറഞ്ഞത് 100% സത്യമാണ്. ഓൾറെഡി ഏഞ്ചലിന്റെ വീട് കണ്ടെത്തിയപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു മേരിയുടെ ഭർത്താവ് മാൻ മിസ്സിംഗ് ആയില്ലേ, അവനും അവിടെ തന്നെ ഉണ്ടാവുന്നു. അതുപോലെ ബോഡിയും ഫൈൻഡ് ചെയ്യാണ്. മൂന്നാമതായിട്ട് അവര് റോസ്ലിന്റെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ മകൻ അലന്റെ ഓർമ്മ ദിവസമാണ്. ആ ഡേറ്റും നമുക്ക് നേരത്തെ അറിയാം. എന്നാല് അവര് എന്താണ് അന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തന്നെയാണ് പലപ്പോഴും ജെറി മേരിയെ കണ്ടിരുന്നത്. അപ്പൊ മേരി നമ്മൾ മനസ്സിലാക്കിയതും കണ്ടതും ഒന്നുമല്ല ശോഭ. ശോഭയ്ക്കും ജോണിനും ഇത്രയും പ്രായമായിട്ട് അവരൊരു കുഞ്ഞിന് ജന്മം നൽകിയില്ലേ, അതൊരു ആക്സിഡന്റലി സംഭവിച്ചതായിരുന്നില്ല. ശോഭ തന്റെ 2ാമത്തെ മകന് ആ ഒരു സ്വത്ത് കൈമാറാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ ജെറിക്കൊരു കാര്യം ഉറപ്പാണ്, അവരെന്തായാലും സ്വന്തം കൈകൊണ്ട്
ആ കൃത്യം ചെയ്യാൻ തയ്യാറാവില്ല. ശോഭ ചിലപ്പോൾ തയ്യാറായാലും ഒരിക്കലും ജോണ് അതിന് മുതിരില്ല. കാരണം എല്ലാ ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് ഇതുവരെ നല്ല പിള്ള ചമഞ്ഞവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തോ പ്ലാൻ ഉണ്ട്. അങ്ങനെ ആ കാര്യം തന്റെ അസിസ്റ്റന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത അടുത്ത ദിവസമായിരുന്നു റോസലിന്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അവളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ജോണിന്റെയും സാറയുടെയും പേരിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീട്ടില് കവർച്ച നടക്കുന്നതിനിടയിൽ നടന്ന ഒരു കൊലപാതകമായിട്ട് മാറ്റാനാണ് അവരുടെ പ്ലാന്. അതിനു വേണ്ടിയിട്ടാണ് അലന്റെ ഓർമ്മ ദിവസം ജോൺ കാറും എടുത്തിട്ട് ഒരു വാടക കൊലയാളിയെ തേടി ഇറങ്ങിയത്. അപ്പോൾ അവര് വരുന്നതും കാത്തുകൊണ്ട് നമ്മുടെ ജെറിയും അസിസ്റ്റന്റ് വേലു പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അറ്റംപ്റ്റിന് മുതിരുന്നതിന് മുൻപാണ് നമ്മുടെ ജെറി ആ ഒരു വാടക കൊലയാളിയെ പോലെ ഉള്ളിൽ കയറുന്നതും റോസലിനെ രക്ഷിക്കാനും അവൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ജോണിന്റെയും ശോഭയുടെ മുമ്പിൽ അവളെ എത്തിച്ചതും. അവരുടെ രണ്ടുപേരുടെയും തനിനിറം ഇപ്പോൾ അവൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ അവരെ ഗൺ പോയിന്റിൽ നിർത്തുമ്പോൾ തന്നെ ജെറി ഓൾറെഡി ബാക്കപ്പിന് വിളിച്ച പോലീസ് ടീമും അവിടെ എത്തുകയാണ്. അങ്ങനെ രണ്ടെണ്ണത്തിനെയും അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ശോഭയുടെ മകനായ കുഞ്ഞ് അലനില്ലേ, അവനെയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റാണ്. ആ കാഴ്ച ശോഭ കണ്ടപ്പോൾ വീണ്ടും റോസ്ലിയുടെ മേലെ അവൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അപ്പോൾ റോസ്ലിയെ അവര് തുറിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജെറി ഓപ്പോസിറ്റ് വന്ന് അവളെ ഒന്ന് കംഫർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പോൾ അവളാണെങ്കിലേ ഇപ്പൊ നടന്നതൊക്കെ ഞാൻ കാണാറുള്ള പോലത്തെ ഒരു ദുസ്വപ്നായിരുന്നു. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളോടും കൂടിയല്ലേ ഈ കഥ അവസാനിച്ചേ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒരു 10K ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിലും അടിപൊളി ഒരു ലേറ്റസ്റ്റ് സീരീസ് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. നല്ല പെയിന് വെച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന കരുതാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിലും അടിപൊളി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.